ഈ നാളുകളിൽ നാം രാജ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകളൊക്കെയും ഒരു അസ്വസ്ഥത നിറഞ്ഞതായ ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. എല്ലായിടവും കോറൽസ് ആൻഡ് ഫൈറ്റിംഗ്, ടഗ് ഓഫ് വാർ, ഇങ്ങനെ ജാതി, മതം, രാഷ്ട്രീയം എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞതാണ്. പാർലമെൻറ്റിൽ സമ്മേളനം കൂടിയാൽ അവിടെ, നിയമസഭയിൽ അവിടെ, പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങളിൽ എല്ലാം ഒരു വയലൻസ് അനുഭവങ്ങളാണ് കാണപ്പെടുന്നത്. എന്തായിരിക്കാം ഇതിൻ്റെ എല്ലാം പിന്നിൽ? നമുക്കറിയാം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി അല്ലെങ്കിൽ അന്ധകാര ശക്തി ഇല്ലെങ്കിൽ ലൂസിഫറിൻ്റെ ശക്തി ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഏതിൻ്റെയും ഫൈനൽ എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. ഫൈനൽ എന്ന് പറയുമ്പോൾ പോരാട്ടം കൂടും, അല്ലേ? ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫൈനലിലേക്ക് വരുമ്പോൾ മനുഷ്യന് ആവേശം കൂടും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യർ തമ്മിൽ അടിക്കുന്ന അടിയൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം പാഴാക്കാതെ മര്യാദയ്ക്ക് ന്യായമായി ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തിൻ്റെ പേര്, മതങ്ങളുടെ പേര്, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിച്ച് തല്ലിത്താകുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണുന്നുണ്ട്. എല്ലാ കാലത്തിലും ഉണ്ടത്. അപ്പോൾ ഞാനന്ന് പറഞ്ഞ പോലെ ദൈവങ്ങളെ വിട്ടടിക്കട്ടെ. ഏത് ദൈവമാണോ ശക്തൻ അത് വെളിപ്പെടട്ടെ. അങ്ങനെ ഒരു ദൈവിക ഫൈറ്റിംഗ് മാച്ച് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അവസാനത്തിലാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു രാജാവ് നീതിയോടെ വാഴും. അത് ആഗ്രഹിക്കാത്തവരാരുമില്ല. എന്നാൽ ഇന്ന് മതത്തിൻ്റെ പേരിൽ നമ്മൾ നോക്കും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടി വരികയാണ്. അത് 3 മതങ്ങൾ ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും: ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം. ഈ മതങ്ങളുടെ പോക്കുകളൊന്നും ശരിയല്ല. എന്നാൽ മതത്തിൻ്റെ മുകളിലൊരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഇനി പൂർണ്ണമായിട്ടും വെളിപ്പെടേണ്ടത്. ഇപ്പം പലരും പല പേരിൽ ദൈവങ്ങളെ ആരാധിക്കുന്നു, പേര് പറയുന്നു. പക്ഷേ ഒരു ദൈവമല്ലേ ഉള്ളൂ. ഒംനിഷ്യൻസ്, ഒംനിപൊട്ടൻറ്റ്, ഒംനി പ്രസൻസ്, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ആ ദൈവത്തെ മനുഷ്യർക്ക് പ്രത്യേകിച്ചും വെളിപ്പെടുത്തുവാൻ ലോകത്തിൽ വന്ന അവതാരങ്ങളോ അല്ലെങ്കിൽ വെളിപ്പെട്ടതായ മാനിഫെസ്റ്റ്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതിലേറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 19ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം ദൈവത്തിൻ്റെ ഇമേജ്, ദൈവത്തിൻ്റെ ക്വാളിറ്റിയെ ശരിയായി വെളിപ്പെടുത്തിയ ഒരു രക്ഷകനെ കണ്ടുമുട്ടി. അതാണ് ജീസസ് ക്രൈസ്റ്റ്. അതിന്നുവരെയും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും ഒന്ന് വിശകലനം ചെയ്ത് വിചിന്തനം ചെയ്ത് ആരെയാണ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാതൃക, അതല്ലേ പഠിക്കേണ്ടത്. വെറുതെ മതങ്ങളുടെ പേരിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ മാർഗം സ്ഥാപിക്കപ്പെട്ട കാലത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അഭിമാനിച്ചുകൊണ്ട് നടന്ന ഇസ്രായേൽ ജനം, യഹൂദ ജനം, അവരായിരുന്നല്ലോ യേശുവിന് ഏറ്റവും വലിയ ശത്രുവായിരുന്നേ. അവർ തിരിച്ചറിയാതെ യേശുവിനെ ക്രൂശിക്കുക ചെയ്തത്. ക്രൂശിക്കേണ്ടത് ആവശ്യമായിരുന്നു, യേശു മരിക്കേണ്ടതും ആവശ്യമായിരുന്നു. ഇന്നും അവരിൽ നല്ല ശതമാനം യേശു ക്രിസ്തു കാഫറാണ്, കള്ളനാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അവർ തിരിച്ച് വിശ്വസിക്കുന്നൊരു കാലം വരാൻ പോവുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തോടുകൂടി, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്ന ഇസ്രായേൽ ജനം, അതിൽ പ്രമുഖരായിരുന്ന മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, അന്നത്തെ നാടുവാഴികൾ, ഇവരെല്ലാം യേശുവിനെ തള്ളിപ്പറയുക ചെയ്തു. എന്താ കാരണം? പുസ്തകം വായിക്കാച്ചിട്ടാണോ? അവിടെ ഈ പുസ്തകമൊക്കെ ഉണ്ട്. യേശു ജനിച്ച സമയത്തിൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി അറിയിച്ചതായ ജ്ഞാനികൾ അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്തു? ഉടനെ ഹെരോദാവ് അവരുടെ ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെല്ലാം മരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തു കൊടുത്തു. ബത്ലഹേം എന്ന ദേശത്ത് രാജാവ് വെളിപ്പെടുത്തു.
പക്ഷെ അത് വിശ്വസിക്കുന്നതിന് പകരം അതിനെ തകർക്കാൻ വേണ്ടി അന്നത്തെ ഹെരോദ് രാജാവ് കൽപ്പനയിട്ടു 2 വയസ്സിന് താഴെയുള്ളവരെ. കാരണം യേശുവിനെ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം, ഈ 2 വയസ്സിന് താഴെയുള്ള അനേക കുഞ്ഞുങ്ങളെ ഹെരോദാവിന് കൊന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ തൊടാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. അതുപോലെയല്ലേ മോശയുടെ ജനനം. മോശയുടെ ജനനത്തെങ്കിൽ അന്ന് ഫറവോൻ നമ്മുടെ എല്ലാ കാലങ്ങളിലും ഒരത്ഭുത സംഭവം നടക്കുന്നതിന് മുൻപേ സാത്താൻ അധികാരികളുടെ മനസ്സിനെ കഠിനപ്പെടുത്തും. മോശയുടെ ജനനത്തിന് മുമ്പിൽ ഫറവോൻ്റെ ഹൃദയത്തെ പിശാച് കഠിനപ്പെടുത്തി. ഫറവോൻ അറിയുന്ന പോലുമില്ല. അങ്ങനെ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയപ്പോൾ ഏതോ ഒരു രക്ഷകൻ ജനിക്കുമെന്നും ഒരു വീണ്ടെടുപ്പുകാരനാണെന്നുള്ളതായ സാത്താൻ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് അന്നത്തെ രാജാവിൻ്റെ മനസ്സിനെ കഠിനപ്പെടുത്തി. ഒരു രാജാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവനെന്ത് ചെയ്തു? കൽപ്പനയിട്ടു 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും അന്നും കൽപ്പനയിട്ടു കൊന്നു കളയണം. യേശു ജനിക്കുന്നതിന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായത്. ഒരു കാര്യം ഓർത്തിരുന്നോണം, ഈ മോശയെ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും മോശയ്ക്കെതിരായിട്ടാണ് സാത്താൻ കൊണ്ടുവന്നത്. അനേക ആൺപിള്ളകൾ മരിച്ചെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയെ നിറവേറ്റുവാൻ ആര് കൽപ്പനയിട്ടോ ആ ഫറവോൻ്റെ കയ്യിൽ തന്നെ മോശയെ കൊടുത്ത് വളർത്തി 40 വയസ്സ് വളർത്തി കൊടുത്തു തരാൻ പറഞ്ഞു. അതും മോശയുടെ അമ്മയ്ക്ക് ശമ്പളം കൊടുത്ത്. ഇതാണ് ദൈവത്തിൻ്റെ ടെക്നോളജി, ജ്ഞാനം. അതുകൊണ്ട് ദൈവത്തോട് മത്സരിക്കാൻ ആർക്കും സാധിച്ചാലും വിജയിക്കത്തില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും മനുഷ്യർ തമ്മിൽ ഈ കൂട്ടുകടി എന്തിനാണ്? മനുഷ്യർ പാവങ്ങളായതുകൊണ്ടാണ്, അവർക്ക് തിരിച്ചറിവില്ല. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങൾ യാദൃശ്യമായിട്ടൊക്കെ നോക്കുന്ന സമയത്തിൽ 4 വ്യക്തികൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കേട്ടോ. 4 വ്യക്തികൾ അവർ വരും കാലത്തിൽ വളരെ പ്രയോജനപ്പെട്ട വ്യക്തികളാണെന്ന് എനിക്ക് തോന്നി. ഒന്ന്, നമുക്കറിയാം, ആഫ്രിക്കയിലെ ബുർക്കീന ഫാസോ എന്ന് പറയുന്ന പാശ്ചാത്യ ആഫ്രിക്കൻ രാജ്യത്തിലെ, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ ഒരു ചെറിയ രാജ്യമാണ് ബുർക്കിന ഫാസോ എന്ന് പറയുന്നത്. അതിലൊരു അവരുടെ വീണ്ടെടുപ്പിന് അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനൊരു നേതാവ് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇബ്രാഹിം ട്രോറെ. ഞാൻ അറിയാതൊന്ന് കണ്ടതാണ്, പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ ആ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി വളരെ തീക്ഷ്ണതയോടൊരു ചെറുപ്പക്കാരൻ, 34 വയസ്സേ ഉള്ളൂ, ഇബ്രാഹിം ട്രോറെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. തൻ്റെ അമ്മ ഒരു ദൈവഭക്തയായ ഒരു വിശ്വാസി, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ് തൻ്റെ വാവുകൊണ്ട് കേൾക്കാനിടയായി. എന്നാൽ ആ ദേശത്തിൽ, ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ദേശത്തിൽ മുൻപൊരു നേതാവ് വന്നിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് സൻഖാര എന്നാണ്. തോമസ് സൻഖാര, അതൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഈ ബുർക്കിന ഫാസോ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏകദേശം 60% മുസ്ലിംസാണ്, ഇസ്ലാം മര്യാദക്കാരായ മുസ്ലിംസാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നീട് 30% തോന്നുന്നു ക്രിസ്ത്യൻസും ബാക്കി കുറച്ച് പേരുമുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാത്തലിക്സിനാണ് ക്രിസ്ത്യൻസിന് മജോറിറ്റി. 1990 ജോൺ പോൾ രണ്ടാമൻ ആ ദേശത്തെ വിസിറ്റ് ചെയ്യുകയും തൻ്റെ പ്രഭാഷണങ്ങളും സന്ദർശനവും ആ ദേശത്തിന് വലിയ അനുഗ്രഹമായി തീർന്നു. എന്നാൽ അവിടെയും ഈ ചില ദുർശക്തികൾ തങ്ങളുടെ മേധാവിത്വം നടത്തുന്നതിനും, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ 12ാമത്തെ ഗോൾഡ് കളക്ഷൻ രാജ്യമാണത്, സ്വർണ്ണഖനിയുടെ ഒരു ഉറവിടമാണ്. അപ്പോൾ ഇതിനു വേണ്ടി സാമ്രാജ്യ ശക്തി സ്ഥാപിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. അതിൽ ഫ്രാൻസ് ആണ് അവിടെ അനേക നാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ടെററിസ്റ്റുകളെ അവിടെ ഉണ്ടാക്കിയെടുത്ത്, തീവ്രവാദികൾ ഉണ്ടാക്കിയെടുത്തിട്ട്, നമ്മൾ തീവ്രവാദികൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്, അത് നന്മയല്ല, ദേശത്തിൻ്റെയോ ജനത്തിൻ്റെ നന്മയ്ക്കായിട്ടല്ല അവരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിൽ വളരെ ജ്ഞാനിയും വിദഗ്ധനുമായ ഈ തോമസ് സൻഖാരയെ താനെ 80 മുതൽ 87 വരെ പ്രവർത്തിച്ചു. ആ ഭരണത്തിൻ്റെ അധികാരം 4 മാസം കൊണ്ട് തന്നെ കൊന്നുകളയുക ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇബ്രാഹിം ട്രോറെ മുന്നോട്ട് വന്നത്. തൻ്റെ ഉദ്ദേശങ്ങളും ആശയങ്ങളും വളരെ വേഗത്തിൽ അവിടെ പ്രചരിക്കുകയും ലോകം
കുറച്ച് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ 18 പ്രാവശ്യം തന്നെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വധശ്രമത്തിൽ താൻ രക്ഷപ്പെട്ടു. തൻ്റെ ഭാര്യയും ഒരു ദൈവവിശ്വാസിയാണ്, താനും ദൈവവിശ്വാസിയാണ്. അദ്ദേഹം മുസ്ലിമാണെങ്കിലും താൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ വളരെ വാചാലമായിട്ട് യേശുവിൻ്റെ ആ സത്യങ്ങളും അനുഭവങ്ങളും എനിക്ക് പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് തൻ്റെ പ്രസംഗത്തിൽ പറയാനിടയായി. ഒരു കൊച്ചുകുട്ടി തന്നോട് ചോദിച്ചു, ആർ യു ബിലീവ് ഇൻ ജീസസ്? യെസ്. ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, തൻ്റെ ആശയങ്ങളെ എനിക്ക് എൻ്റെ രാജ്യത്തിൽ പ്രാവർത്തികമാക്കണം, ശത്രുക്കളെ സ്നേഹിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം 2 ശക്തികൾ, ഒന്ന് സാത്താൻ്റെയും ഒന്ന് ദൈവത്തിൻ്റെയും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ വെള്ളം വന്നപ്പോൾ അത് വീഞ്ഞാക്കി മാറ്റി യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ. എന്നാൽ അതേ വെള്ളം മിസ്രയീമിൽ ന്യായവിധിക്കായിട്ട് വന്നപ്പോൾ മോശ തൻ്റെ വടി കൊണ്ടടിച്ചതിന് രക്തമാക്കി. അപ്പം ഒരേ വെള്ളം രക്തമായി മാറുന്നു, മനുഷ്യരെ ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത് ന്യായവിധിയാണ്. മിസ്രയീമിലെ ദോഷങ്ങൾ കൊണ്ടുണ്ടായ ന്യായവിധിയാണ്. എങ്കിലും അതേ വെള്ളം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ അത് വീഞ്ഞായി മാറി അനേകർക്ക് അത് പ്രയോജനമായി തീർന്നുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെയും ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായും രക്ഷകനുമായി തീരാൻ തൻ്റെ ഹൃദയാന്തർഭാഗം, താൻ ഇസ്ലാമാണെങ്കിൽ പോലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫോളോവറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് താൻ വാസ്തവമായിട്ടും യേശുവിൻ്റെ കരങ്ങളിൽ ഭാവിക്കപ്പെട്ടാൽ ആഫ്രിക്കയ്ക്ക് മാത്രമല്ല, ആ രാജ്യത്തിന് മാത്രമല്ല, ബുർക്കിനോ ഫാസോയ്ക്ക് മാത്രമല്ല, ഒരുപക്ഷെ ആഫ്രിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇന്ന് ആർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം യേശു ആർക്കും ദോഷമൊന്നും ചെയ്തില്ലല്ലോ. താൻ മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി മാത്രം വന്നവനായതുകൊണ്ട്. അവിടെ നിങ്ങളും ഈ മനുഷ്യനോർത്ത് പ്രാർത്ഥിക്കണം. നല്ല ഉദ്ദേശത്തോടെ തന്നെ 18 പ്രാവശ്യം വധിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവം തന്നെ അതിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെടുത്തി. ആ സ്ഥലത്ത് ഞാൻ കണ്ട മറ്റൊരു സന്തോഷം, കൊച്ചുകുട്ടികളൊക്കെ, ഈ കുട്ടികൾ മുതലയുടെ പുറത്ത് സഞ്ചരിക്കുക. ഏതാ മുതലയ്ക്ക് മനുഷ്യനെ കണ്ടിട്ട് ശത്രുതയില്ല. മറ്റെല്ലാ സ്ഥലങ്ങളിലും മുതല മനുഷ്യനെ തിരുന്നെടുത്ത് ഈ ബുർക്കിന ഫാസോ എന്ന് പറയുന്ന സ്ഥലത്തിൽ മുതലകളുടെ പുറത്ത് കുട്ടികൾ സവാരി ചെയ്ത് സഞ്ചരിക്കുകയാണ്. അവിടെ സ്വർണ്ണക്കരിയും പരുത്തി കൃഷിയും പല പുതിയ കൃഷികളും പല ഡെവലപ്മെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ളവർ സാത്താനും ദുഷ്ടശക്തികളും കയറി അതിനെ ഇല്ലാതാക്കട്ടെ. അപ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മറ്റൊരു വ്യക്തി ഈ അടുത്ത സമയത്ത് കന്യാസ്ത്രീകളോടും ഒരു സുവിശേഷകൻ്റെ താടിക്കൊക്കെ തട്ടി ഇങ്ങനെ സംസാരിച്ച ആ ഒരു സ്ത്രീ, പേരെന്താ, ജ്യോതി ശർമ്മ. എനിക്ക് ആ സ്ത്രീയോട് അഭിമാനമാണ് തോന്നിയത്. കാരണം താൻ അറിഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ധൈര്യസമേതം ശക്തിയോടെ, പരിസരം നോക്കാതെ, പോലീസുകാരെ കൂടെ നോക്കാതെ തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അതിതീക്ഷ്ണതയോടെ നിന്നൊരു സ്ത്രീയാണ് ആര്? ജ്യോതി ശർമ്മ. എനിക്ക് ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞില്ലേ ഒരു താല്പര്യവും തോന്നി. എങ്ങനെ കർത്താവേ, ഈ സ്ത്രീയും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് വന്നാൽ ഈ മുഴു ഇന്ത്യ സാമ്രാജ്യത്തിനും അവരൊരു അനുഗ്രഹമായി തീരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ജ്യോതി ശർമ്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവരുടെ ആത്മാർത്ഥതയാണ്. ഇവിടെ ഈ രാഷ്ട്രീയക്കാരും പലരും മതവും അച്ഛന്മാരും ചിലരും ബിഷപ്പുമാരും പാർഷന്മാരും കാണിക്കുന്ന ചില വികൃതികൾ, എന്താ ഡബിൾ ഗെയിം. അവിടെ ഇവിടെ നിന്ന് പിടിക്കാൻ വേണ്ടി അവരുടെ പ്രസ്ഥാനത്തെയും പൊസിഷൻ നിലനിർത്താൻ വേണ്ടി കാണിക്കുന്ന ഡബിൾ ഗെയിമിനേക്കാളും ദൈവം സ്നേഹിക്കുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. ആ ജ്യോതി ശർമ്മയുടെ വ്യക്തിത്വത്തെ ഒരു ധൈര്യമായിട്ട് പറഞ്ഞു, ഗവൺമെൻറ് എതിരാണെങ്കിൽ പോലും ഞാൻ അറിഞ്ഞ ഇതിനു വേണ്ടി നിൽക്കും. ഒരുത്തനെ എൻ്റെ മാർഗത്തിൽ നിന്ന് അല്ല എൻ്റെ കൂട്ടത്തിൽ നിന്ന് മതപരിവർത്തനം ഞാൻ സമ്മതിക്കില്ല. അതിനോടാണ്, ആ ഒരു വ്യക്തിത്വത്തോട് നമുക്ക് അഭിമാനം തോന്നും. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വന്നാൽ ഈ ജ്യോതി ശർമ്മ മുഴു ഭാരതത്തിനും ഒരു അനുഗ്രഹമായി തീരുമെന്ന് എനിക്കറിയാം. മൂന്നാമത് നമ്മുടെ VT സതീശൻ. താൻ ഈ പ്രതിപക്ഷ നേതാവായ സമയം മുതൽ താൻ പരസ്യമായി യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയം എല്ലായ്പ്പോഴും ഞാൻ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ ഒരു അധ്യായമെങ്കിലും വായിച്ചിരിക്കും.
യേശു ക്രിസ്തുവിൻ്റെ മാതൃകാ പുരുഷനാണ്. തൻ്റെ പ്രസ്ഥാനത്തിന് കോൺഗ്രസിൻ്റെ ഗാന്ധിജി മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. താനും ഒരു തീവ്ര ഹിന്ദു മനുഷ്യനായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം തന്നെ കുറേ വ്യത്യാസമുള്ളവനാക്കി മാറ്റി. മുഴുവനും വ്യത്യാസമാണെന്ന് ഞാൻ പറയത്തില്ല. വളരെ വ്യത്യസ്തമുള്ളവനായും യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെ താനെ മോഡലായിട്ട് എടുത്തൊരു മനുഷ്യൻ. അങ്ങനെയാണ് മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് അത് പാർലമെൻറ്റിലെ വായനശാല അല്ലെങ്കിൽ അവിടെ ഇരിപ്പുള്ളത്. അവിടുത്തെ കളക്ഷൻ സെൻറ്ററിലുണ്ട്. പക്ഷേ അത് പുറത്തു വിടുന്നില്ല. അപ്പോൾ താനും അതിൻ്റെ ഒരു പോളിസിയിൽ യേശു ക്രിസ്തുവിനെ ഇന്ന് വളരെ നന്നായിട്ട് സാക്ഷിക്കുന്നുണ്ട്. ഈ കന്യാസ്ത്രീയുടെ ബൂർഗിലെ വിഷയത്തെ സംബന്ധിച്ച് വന്നപ്പോൾ വി.ടി. സതീശൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2 നിങ്ങളുടെ ഹൃദയം കലങ്ങി. വളരെ ആത്മാർത്ഥമായൊരു മെസ്സേജ് താൻ കൊടുത്തു. ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം വരുംകാലത്തിൽ കേരളത്തിൻ്റെ ഒരു അപ്പോസ്തലനായിട്ട് മാറും. ക്രിസ്തുവിൻ്റെ ഒരു അപ്പോസ്തലനായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. കർത്താവ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. 3-ാമത്തെ ആൾ. 4-ാമത്തെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാളുടെ പേരാണ് പറയാൻ പോകുന്നത്. ശശികല ടീച്ചർ. അവരെത്രയോ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏത് കാര്യം, അറിഞ്ഞ കാര്യം സത്യമോ ഉള്ളതോ ഇല്ലെന്നെങ്കിലും അതിനുവേണ്ടി തീക്ഷ്ണതയോടെ നേരോടെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ പെന്തിക്കോസിൽ പകുതി പേരും അങ്ങനെയല്ല. പെന്തിക്കോസിലെ പാസ്റ്റർമാരിൽ പലയിടത്തും പല പെന്തിക്കോസിനെ കണ്ടാലും എല്ലാം പകുതി പേരിലധികം ചുമ്മാ ഉടായ്പ കൊണ്ട് നടക്കുകയാണ്. നേരെ സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ആംബിയർ ഈ പെന്തിക്കോസുകാർക്ക് പലർക്കും ഇല്ല. ഇവരറിഞ്ഞത് ശരിയോ തെറ്റോ, അവർക്ക് ശരിയാണെന്ന് തോന്നിയുണ്ടല്ലോ അവരതിനു വേണ്ടി വാദിക്കുന്നത്. ശരിയോ തെറ്റെന്നുള്ള പിന്നീട് സമയം വരുമ്പോൾ വെളിപ്പെടുത്തുമല്ലോ. അപ്പോൾ അങ്ങനെ പലപ്പോഴും കേട്ടെങ്കിലും ഇപ്പോൾ എനിക്ക് അതിനോട് താല്പര്യം തോരാൻ കാരണം ഈ ഫാസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു മീഡിയയിൽ ഒരു ചാനലിൽ ഈ ശശികല ടീച്ചർ ഒരു സംഭാഷണം ഈ കന്യാസ്ത്രീ വിഷയത്തോട് ചേർന്ന് അവരും തീർച്ച ഈ മതപരിവർത്തനം നടത്തുന്നത് വളരെ എതിരായി സംസാരിക്കുന്നെങ്കിലും 2 വിഷയം പറഞ്ഞപ്പോൾ എനിക്കൊരു ക്ലിക്കായി. ഒന്ന്, അവർ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സ്നേഹിതനായ ഒരു കത്തോലിക്ക അച്ഛനുണ്ട്. അങ്ങനെ പലരവർക്കുണ്ട്. അതിലൊരു കത്തോലിക്ക അച്ഛൻ ഇവർ തമ്മിൽ സംസാരിച്ചപ്പം, ടീച്ചറെ നിങ്ങളെന്തിനാണ് ഈ വേവലാതിപ്പെടുന്നത്? നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നഷ്ടം മുഴുവൻ ഞങ്ങൾക്കാണ്. എന്താ ടീച്ചർ ഈ അച്ഛൻ പറഞ്ഞ കാര്യം? എന്താ നഷ്ടം? ഞങ്ങൾ ഈ ഇന്ത്യയിലെ മനുഷ്യരെ ഇതുപോലെ സഭയിൽ മതപരിവർത്തനം ചെയ്യുവാനും വേണ്ടി അക്ഷീണ പരിശ്രമങ്ങൾ ഞങ്ങളുടെ കന്യാസ്ത്രീ അച്ഛന്മാരും കുഷ്ഠരോഗികളെ എടുത്ത് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കുന്നു. വൃത്തികേടായ മനുഷ്യരെല്ലാം ഞങ്ങൾ ഒരുക്കി റെഡിയാക്കുന്നു. അവർക്ക് സ്കൂളുകൾ, പഠനം ഇതെല്ലാം നടത്തിയാലും കുറേ കഴിയുമ്പോൾ അതിൽ നല്ല ശതമാനവും മറുവശത്തൊരു അട്രാക്ഷൻ വരുമ്പോൾ അവർക്ക് പോവുകയാണ്. കാരണം അപ്പോൾ ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഞങ്ങളുടെ അച്ഛന്മാരുടെയും കന്യാസ്ത്രീയും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ഒരു ആയുസ് മുഴുവൻ ഞങ്ങൾ ഇതിനു വേണ്ടി പണിപ്പെട്ടിട്ടും ഇപ്പോൾ തന്നെ കണ്ടില്ലേ കർവാപ്പസി അനേകർ പിന്മാങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പെന്തിക്കോസ്റ്റിലെ ഒരു പ്രധാന പാസ്റ്റർ ആൽവിൻ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കത്തോലിക്ക ബിഷപ്പ് തൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അന്ന് പെന്തിക്കോസ്റ്റിലെ ക്രിസ്ത്യാനികൾക്ക് പുച്ഛമായൊരു കാലമാണ്. എന്നാൽ ഈ മാന്യനായ ബിഷപ്പ് വളരെ മര്യാദയ്ക്ക് പാസ്റ്റർ ആൽവിനോട് ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിച്ചു, പാസ്റ്റർ നിങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറഞ്ഞു, പക്ഷേ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ആളുകൾക്ക് വേണ്ടി സ്കൂൾ നടത്തുന്നു, ഹോസ്പിറ്റൽ നടത്തുന്നു, ആതുരശാലകൾ നടത്തുന്നു, അവർക്ക് ഭക്ഷണങ്ങൾ വിനയം ചെയ്യുന്നു, സ്കൂൾ നടത്തുന്നു, ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, സുവിശേഷം അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് പാസ്റ്റർ ആൽവിൻ പറഞ്ഞിട്ടെന്നറിയാമോ? കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ കാടുകളിൽ പോയി ഈ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് തേച്ച് കുളിപ്പിച്ച് പുതിയ മോഡലാക്കി ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നു. അവർക്ക് വേണ്ട ഇറച്ചിയോ എന്തൊക്കെയാണെന്ന് അതൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അങ്ങനെയല്ല. ഞങ്ങൾ ഇതിനെ പിടിച്ചുകൊണ്ടുവന്ന് ആദ്യം കുഞ്ഞാടുകളാക്കും. ഈ വൈൽഡ് ആനിമൽസിനെ കുഞ്ഞാടുകളാക്കിയിട്ട് പിന്നീട് ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മതി.
അവരവിടെ കിടക്കും. അവരാരും വിട്ടുപോകത്തുമില്ല. കാരണം അവർ കാര്യം മനസ്സിലായതാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും 5000 പേര് 20,000 പേരൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ? രോഗസൗഖ്യം പ്രാപിച്ചില്ലേ? അപ്പോൾ ആ കാലങ്ങളിൽ അവരൊക്കെ എന്ത് ചെയ്തു? വചനം ശക്തമാക്കിയപ്പോൾ, ഉപദേശം ശക്തമാക്കിയപ്പോൾ, പരിശോധന വന്നപ്പോൾ എല്ലാവരും വിട്ടുപോയി. അവസാനം കുറച്ച് പേര് 12 അപ്പോസ്തലന്മാരും വിരലിലുണ്ടാവുന്നവരേ ഉള്ളൂ. ബാക്കി 20 ലക്ഷം അതിനെ പിന്മാറിപ്പോയി. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുവന്നൊരു മാർഗമല്ല. ഇന്ത്യയിലെയോ ലോകത്തിലെയോ മുഴുവൻ ജനങ്ങളെയും സ്വർഗരാജ്യത്തിൽ കൊണ്ടുവന്നൊരു മാർഗമല്ലിത്. സുവിശേഷം അറിയിക്കണമെന്നുള്ള സത്യമാണ്. ഒരു വാക്യം ഓർത്തിരുന്നോണം, പെന്തിക്കോസിലെ പാസ്റ്റർമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഈ ചെറിയവർക്ക്, അതാണ് കത്തോലിക്കൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് അവർ ആ രീതിയിൽ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സമൃദ്ധിയായി വരുന്നുണ്ട്. അതിനവർക്ക് പ്രതിഫലമുണ്ട്. ഒരു കപ്പ് വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലമുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മുന്നോട്ട് വരണമെങ്കിൽ ഒന്നാമതായി പിതാവ് അവനെ ആകർഷിക്കണം, നോക്കണം. ഇനി സ്വന്തം താല്പര്യത്തോടെ വരാം, പക്ഷെ ദൈവത്തിൻ്റെ ഒരു ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ തന്നെ എത്രയോ പേരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്യുന്നു, ഇല്ലയോ? പരിശ്രമം ചെയ്ത് നമ്മൾ എന്ത് വേണേലും, പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ വീണ്ടും കുടിക്കാൻ പോകുന്നവരുണ്ട്, വലിക്കാൻ പോകുന്നവരുണ്ട്. പക്ഷെ അത് പ്രയോജനമില്ലാത്ത പോലെയായിട്ട് തോന്നാം. സുവിശേഷം അറിയിക്കുക. ആരെയും നമ്മൾ മതപരിവർത്തനം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. മതപരിവർത്തനം വേദപുസ്തകത്തിലില്ല. പൗലോസേനെ മാർഗമെന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ഛൻ പറയുക, ഞങ്ങൾക്ക് ആ നഷ്ടം മുഴുവനും. അപ്പോൾ ശശികല ടീച്ചർ പറയുകയാണ്, ശരിയല്ലേ, അവരിതെല്ലാം കാണിച്ചിട്ട് അവസാനം ഒരു സമയം വരുമ്പോൾ നിങ്ങൾ തിരിച്ചു വരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞതാണ്, യേശുവിൻ്റെ ഫോട്ടോ വയ്ക്കും, മറ്റ് ഫോട്ടോ എല്ലാം മാറ്റി യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കാൻ പറഞ്ഞ് ബൈബിൾ വായിക്കുന്നു. പക്ഷേ ശബരിമല സീസണിൽ മണ്ഡലപൂജ വരുമ്പോൾ ഇവരറിയാതെ സ്വാമിയെ ശരണയ്യപ്പാന്ന് വിളിച്ച് തിരിച്ചു പോകുന്നു. കാരണം അവർ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു മനപരിവർത്തനത്തിൻ്റെ മാർഗമാണിത്, ആൾക്കാരെ കൂട്ടുന്ന മാർഗമല്ല. പെന്തിക്കോസ്ത് സഭയിൽ നമുക്കറിയാം, വരുന്നതിന് ശരിയായ ദർശനമുള്ളവർ വരുന്നവർ മാത്രമേ ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. ഈ വേലക്കാരൊക്കെയാണ് പലവിധ ഗ്രൂപ്പിൽ നിന്നെല്ലാം വന്നെങ്കിലും പോകാത്തതിൻ്റെ കാരണം ഇതിനകത്തൊന്നും എത്രയോ പരീക്ഷ, ഇവിടെ തന്നെ പരീക്ഷകളല്ലേ, ഓടിക്കാനുള്ള പരീക്ഷകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ ഓടാത്തതിൻ്റെ കാരണം എന്താ? യഥാർത്ഥമായ സത്യത്തെ കണ്ടുപിടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ആരും മതപരിവർത്തനത്തിന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നന്മ ചെയ്യുക, പക്ഷേ ഇതിന് പ്രതിഫലം നോക്കാൻ പോരുത്. എല്ലാവർക്കും നന്മ ചെയ്യുക, അവരെ പിടിച്ച് മുക്കി ആക്കരുത്. പണ്ടൊരു ഭാഷ ഇതുപോലെ ആളെണ്ണം തയ്ക്കാൻ വേണ്ടി ഇസ്മായിലിനെ മുക്കി പേര് മാറ്റി ഇസാക്കാക്കി. അതുകൊണ്ടാകുമോ? ഇസ്മായിലിനെ വെള്ളത്തിൽ മുക്കിയോട് ഇസാക്കാക്കുമോ? അവൻ്റെ ജീവിതത്തിലൊരു പരിവർത്തനം ഉണ്ടാകണം. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം, ഈ പറഞ്ഞ ചാനലിലെ ഫാസ്റ്റ് റിപ്പോർട്ട്സിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ശശികല ടീച്ചറിൻ്റെ ഈ ഡയലോഗിൽ കൂട്ടത്തിൽ അവസാനത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് കർത്താവേ, ഈ മതപരിവർത്തനം ചെയ്യുന്ന ഇവർക്ക് നല്ല ബുദ്ധിയെ കൊടുക്കണമെന്ന്. ആരാ പ്രാർത്ഥിച്ചത്? ശശികല ടീച്ചർ. അപ്പോൾ ശശികല ടീച്ചറിൻ്റെ അന്തരംഗത്തിൽ ആര് കിടപ്പുണ്ട്? പിന്നെ കർത്താവ്. അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ ഞാൻ കേൾപ്പിക്കുക, എൻ്റെ ഉണ്ടാകും. ശശികല ടീച്ചർ കർത്താവേ, ഇവർക്ക് നല്ല ബുദ്ധി. നല്ല ബുദ്ധി എന്താ? ഈ ആവശ്യമില്ലാതെ മെനക്കേട് പണികളെല്ലാം ചെയ്യാതെ യഥാർത്ഥ ദൈവരാജ്യത്തിലേക്ക് നടത്താനുള്ള ബുദ്ധി കൊടുക്കണമെന്ന് ആയിരിക്കും അറിയാതെ പറഞ്ഞു. അതിന് കർത്താവ് ശശികല ടീച്ചറിനെ തിരഞ്ഞെടുത്താലോ? നാളെ ശശികല ടീച്ചർ ആ നല്ല ബുദ്ധി കിട്ടി ഈ പറഞ്ഞതുപോലെ യഥാർത്ഥ സുവിശേഷം, ഈ മതപരിവർത്തനത്തിനല്ല, ശരിയായി മനപരിവർത്തനം ചെയ്യുന്ന ഞാൻ പറയുന്ന നാലാമത്തെ വ്യക്തി ആരായി മാറുമെന്ന് എൻ്റെ വിശ്വാസം. ശശികല ടീച്ചർ വരുമെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ലോകത്തിൽ സംഭവം മാറ്റമുണ്ടാകേണ്ടത്. അല്ലാതെ പോയി ആൾക്കാരെ പിടിച്ച് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് അതൊക്കെ കൊടുത്തു, രണ്ടുള്ളവരൊന്നും കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ മതപരിവർത്തനം നിങ്ങൾ അവസാനം പരാജയപ്പെടും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം വിഷയം, കന്യാസ്ത്രീ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് പെന്തിക്കോസിലെ പാസ്റ്റർമാർ ഭയങ്കര ചൂടോടെ സംസാരിക്കുന്നുണ്ട്. ഇതിനെ ചൂടോടെ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാനോ? നമ്മൾ വിചാരിക്കുന്ന ഹിന്ദുക്കളോ RSSകാരോ അത്ര മോശക്കാരൊന്നുമല്ല. അവരറിയാതൊരു മതവൈരാഗ്യം അവരിൽ കയറുന്നു. ഇസ്ലാം,
ക്രിസ്തുമതത്തിനില്ലേ? ഇപ്പോൾ എൻ്റെ അനുഭവം ഞാൻ എടുത്ത അനുഭവം പറയാം. ഞാൻ പള്ളിപ്പാട്ടിക്ക് സമയത്തിൽ ഒരു പാതിരാത്രിയിൽ 12 മണി ആയ സമയത്ത് ബെല്ലടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു ക്രിസ്തീയ സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ കൂടെ വന്നിരിക്കുകയാണ്. ആ ദേശത്തിലെ വലിയ സമ്പന്നനായൊരു കുടുംബത്തിലെ ഗസറ്റഡ് ഓഫീസർമാരായിരുന്ന ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഏക മകൻ അനിൽകുമാർ. അത് കുടിച്ച് ലക്കില്ലാതായി തീർന്ന് തലയ്ക്ക് യാതൊരു വെളിവുമില്ലാതെ വേറൊരു ക്രിസ്ത്യാനി പയ്യൻ ഇവനെ കൊണ്ട് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവരെനിക്ക് തോന്നി മർത്തോമക്കാരനായിരിക്കും. എന്നോട് അച്ഛാ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച് കുടിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഞാൻ ഗൾഫിൽ പോയി രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇവനും യഥാർത്ഥ വഴി വരണം. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോർച്ചിലിരുന്നുകൊണ്ട് ഈ അനിലിനോട് സുവിശേഷം പറയാൻ തുടങ്ങി. ഉടനെ രണ്ട് അച്ചായന്മാർ, എൻ്റെ അച്ചായ കുടിച്ച് ലക്കില്ലാത്തതിനോടാണ് സുവിശേഷം പറയുന്നത്, നാളെ ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇരിക്കട്ടെ. അങ്ങനെ ഞാനവനൊരു പാതിരാത്രി സുവിശേഷം പറഞ്ഞു. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ അവൻ കുടിച്ച് ലക്കില്ലായിരുന്നപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ തലേ ദിവസം പറഞ്ഞ ഒരു പോയിന്റ് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു അവൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ അകത്ത് കയറി വീണിട്ടുണ്ട്. അങ്ങനെ അവനൊരു സുവിശേഷം പറഞ്ഞു. അവൻ മീറ്റിങ്ങിൽ വന്നു, സ്നാനപ്പെട്ടു. വലിയ സമ്പന്നൻ്റെ മകനാണ്, ഇഷ്ടംപോലെ ലാൻഡും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ പോകുന്നതിന് ശേഷം പുടിക്കുഞ്ഞ് ഭാഷയുടെ വണ്ടി ഫ്രീ ആയിട്ട് ഓടിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഗൾഫിൽ പോയി ഇപ്പോൾ കല്യാണം കഴിച്ചൊരു വിശ്വാസിയായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പള്ളിപ്പാട്ട് RSSലെ ചില നേതാക്കന്മാർ എന്നെ കാണാൻ വന്നു. ഭാഷയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിനെ ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പതിവില്ല, പക്ഷേ ഇതിന് ഭാഷയെ ഞങ്ങൾ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ഒരുത്തിനെ ഏതെല്ലാം വിധത്തിൽ രക്ഷിക്കാൻ ഞങ്ങൾ എന്തെല്ലാം പണികൾ നോക്കി, അവൻ്റെ മാതാവ്, പക്ഷെ ആർക്കും സാധിച്ചില്ല. അവനെ ഇപ്പോൾ യഥാസ്ഥാനപ്പെടുത്തി ഈ നല്ല മനുഷ്യനാക്കി തീർത്തതിന് ഞങ്ങൾ ഭാഷയ്ക്ക് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെയും ഉള്ള മനുഷ്യരുള്ള ഇന്ത്യയാണ് RSS ആണെന്ന് കൂടെ ഓർത്തോണം. ഇനി ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തീർന്നില്ല. അതിനുശേഷം ഞാൻ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ RSSൻ്റെ കോട്ടയാണ്. ഞങ്ങളെ 10 പേരെ അവിടെ സൂചനത്തിൽ അയച്ചപ്പോൾ നടത്തിപ്പാർ നിങ്ങൾ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രദേശമാണെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്തിൽ ഞങ്ങളെ അവിടുത്തെ ഏറ്റവും വലിയൊരു നേതാവിൻ്റെ കൃഷിസ്ഥലങ്ങളിൽ ഒരു മണ്ഡപമുണ്ട്, അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ മഴ പെയ്തു. ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ബസ് കയറി പൊക്കോ, ഇവിടെ വരുന്നവരെ കയ്യും കാലം വെട്ടി തല്ലി ഓടിച്ച് വിടുന്ന പലതും സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഈ പ്രദേശത്ത് ആരും സൂചന അറിയിക്കാൻ വരത്തില്ല, നിങ്ങൾക്ക് അറിയാതെ വന്നതാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാണ്, ഇവിടെ മരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേര് ബൈക്കിൽ, നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, നല്ല സ്മാർട്ടായിട്ട് വന്ന് ചവിട്ടി നിർത്തി. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഈ സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ, നിങ്ങൾക്ക് എന്ത് ധൈര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ദൈവം അയച്ചാന്ന് പറഞ്ഞു. ദൈവം ഞങ്ങളെ അയച്ചതാണ് ഈ സ്ഥലത്ത്. അങ്ങനെ സുവിശേഷം അറിയിക്കും പറഞ്ഞു. അങ്ങനെ ഇവിടെയൊക്കെ അറിയിക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ ആരെയും വിട്ടിട്ടില്ല, പക്ഷേ എന്തോ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല, പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ അറിയാഞ്ഞിട്ടാണ്, ഞങ്ങൾ ക്രിസ്തുമതക്കാരല്ല, ആരെയും മതത്തിൽ ചേർക്കാൻ വന്നത്, ഇതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഏഴുമല എന്നാണ്. അവിടുത്തെ RSSൻ്റെ ഒരു വലിയ നേതാവ് കൂടിയാണ്, ഇപ്പോഴും ഉണ്ടാണ്. അപ്പോൾ താരനോട് ഞാൻ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങളെ 10 പേരോട് ഓഫീസിൽ ചെന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സമയത്ത് തൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. താൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മാർഗം, പക്ഷേ എൻ്റെ അനുയായികൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാപ്പിയൊക്കെ വായിച്ച് നിങ്ങൾ വിട്ടു. 35 വർഷത്തിന് ശേഷം ഇവിടുത്തെ നമ്മുടെ ഹരിഹരനും ഞാനും കൂടെ ഇരുമ്പല്ലൂർ പോയപ്പോൾ ഇതേ ശ്രീപെരുമ്പത്തൂർ ചെന്നു. ശ്രീപെരുമ്പത്തൂർ ചെന്ന് ഞാൻ ഏഴുമല അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വന്ന് വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒക്കെ നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഞങ്ങൾ വീട്ടിൽ ചെന്നു, ഞങ്ങളെ സ്വീകരിച്ചു, കാപ്പിയൊക്കെ തന്നു, സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷം. എന്നെ പറഞ്ഞ് ഫാദറെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, പഴയ നിയമമൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല, പക്ഷേ പുതിയ നിയമം വായിക്കുന്ന യേശു ക്രിസ്തുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് യേശുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. മാത്രമല്ല പുള്ളി എടുത്തു പറയാം, നമ്മുടെ ഇതേ സ്ട്രീറ്റിൽ തന്നെ ഒരു പെന്തിക്കോസിൻ്റെ ആലയം തുറന്നിട്ടുണ്ട്, നമ്മുടെ ഒരു ഫെയ്ത്ത് അവിടെ ആരംഭിച്ചു. ഇനി 3ാമത്തെ ഒരു അനുഭവം, ഞങ്ങൾ നെടുമുടിയിൽ വിശ്വാസിയായി രക്ഷിക്കപ്പെട്ട സമയത്തിൽ ചെറിയ വള്ളത്തേൽ മൈക്കൊക്കെ വെച്ച് രാത്രി കാലങ്ങളിൽ 5 മണി മുതൽ 10 മണി വരെ
തോടുകളിങ്ങനെ സുവിശേഷം അറിയിക്കുക. കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ഹേമിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നു, ട്രാക്ടർ കൊടുക്കുമായിരുന്നു. അങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ട് പോകുന്ന സമയത്തിൽ ഒരു ദിവസം കുറേ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരവിടെ വന്നു. നിങ്ങൾ ഈ ചെറുപ്പക്കാർ ഇത്രയും തീക്ഷ്ണതയോടെ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങളെന്തോ സത്യം കണ്ടെത്തിയില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് സുവിശേഷം പറഞ്ഞു. അതിലൊരാൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം അടുത്ത ആഴ്ച ഇതുപോലെ ഞങ്ങൾ ആഴ്ച 2-3 ദിവസം ഇങ്ങനെ ചെയ്യും. 5 മണിക്ക് ബാറ്ററിയും മൈക്കും ഒക്കെ ഒരു വെള്ളത്തെ വെച്ചിങ്ങനെ അറിയിക്കും. അടുത്ത ദിവസം RSSൽ കുറേ സഹോദരന്മാർ വന്നു. ഞങ്ങൾക്ക് ഇതിനോട് അത്ര യോജിപ്പല്ലെങ്കിൽ നിങ്ങളുടെ ഈ മഴയത്തും ഇത്രയും കഠിനമായി സുവിശേഷം അറിയിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിലെന്തെങ്കിലും സത്യമുണ്ട്, നോക്കണം. ആ ഫെയ്ത്തോയിലേക്ക് ഒരു വന്നു അവരുടെ സുവിശേഷം. അതുകൊണ്ട് നിങ്ങൾ ഈ സംഘടനകളോ പാർട്ടികളെ നോക്കിയല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യരാണ്. അവർക്ക് നല്ലൊരു ഹൃദയമുള്ളവരുണ്ട്. പക്ഷേ അവർ പഠിച്ചു വന്നിരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ പഠിച്ച് തലയിൽ കയറിയതും, അതുപോലെ തന്നെ ചില പ്രസ്ഥാനത്തിന് കീഴിൽ പോകുന്നവർക്ക് ആ ക്ലാവ് കയറി പിടിക്കും. അത് ക്രിസ്തുമതത്തിനുണ്ടല്ലോ. ക്രിസ്തുമതക്കാരല്ലേ നമ്മളെ പെന്തക്കോസ്തുകാരെ ആദ്യം ഉപദ്രവിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ വിശ്വാസം വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പിതാവ് ഏറ്റവും സ്നേഹിച്ച പിതാവിനെ അടിച്ചിറക്കി, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ദൈവം സന്ദർശിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മതപരമായിട്ടോ ജാതിപരമായിട്ടോ ഒരിക്കലും നമ്മൾ ഈ വ്യത്യാസങ്ങൾ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരും കാണരുത്. അങ്ങനെയല്ല ഇതിനെ പ്രതികരിക്കേണ്ടത്. നാം പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുന്ന ശൗൽ എന്ന് പറയുന്ന പൗലോസ് താനെ വലിയ സമ്പന്നനായ 6 കപ്പലുകളുടെ ഉടമയായിരുന്ന ഒരു വ്യക്തിയാണ്. പരീശൻ, റോമൻ പൗരത്വം, റോമൻ അരമനയിൽ യഥേഷ്ടം കയറി ചെല്ലുവാൻ അനുവാദം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ മതവേറിയുകൊണ്ട് എന്ത് ചെയ്തു? മതവൈരാഗ്യം കൊണ്ട് ക്രിസ്തുമാർഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? അധികാരപത്രം വാങ്ങിച്ച് അനേകരെ കൊല ചെയ്യാൻ താൻ വിട്ടുകൊടുത്തു. താൻ ആരെയും കൊന്നില്ല, പക്ഷേ ഓർഡർ ഇട്ടു. അതുമാത്രമല്ല, അങ്ങനെ സിറിയയുടെ ദേശത്തുനിന്ന് സിറിയയിലുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുമാർഗക്കാരെ കൊന്നൊടുക്കാൻ വേണ്ടി അധികാരപത്രം വാങ്ങി ദമോസ്കസ്, അതിൻ്റെ തലസ്ഥാനമായ ദമോസ്കസിൽ ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുന്നു, സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം ഈ ശൗലിൻ്റെ മേലടിച്ചു. നോക്കണം, സെക്കൻഡ് കൊണ്ട് താഴെ വീണു. കുതിരപ്പുറത്ത് പോകുന്നൊക്കെ ചില പറയുന്നു, അത് കുതിരയാണല്ലോ ഏറ്റവും വലിയ സവാരി. താഴെ വീണ പൗലോസിൻ്റെ കണ്ണടഞ്ഞു, കാഴ്ച നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ചോദിച്ചു, ലോഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു സംസ്കാരമാണ്. ഹു ആർ യു? അപ്പോൾ യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് ഉപദ്രവിക്കുന്ന. യേശു പറയുകയാണ്, കാരണം എന്താ? നിങ്ങൾ എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു. അപ്പോൾ യേശുവിനില്ലാത്തൊരു വൈരാഗ്യം പെന്തക്കോസ്തുകാരെ നമുക്കുണ്ടാകരുത്. ആവശ്യമില്ലാതെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പോലെ കവലപ്രസംഗത്തിലും അല്ലെങ്കിൽ മൈക്ക് കിട്ടുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ളവരെ ദോഷവശങ്ങളൊന്നും പ്രസംഗിക്കാൻ പോകരുത്. മനസ്സിലാവുന്നു? നമുക്ക് ഒരു സത്യം കയ്യിലുണ്ട്, ആ സത്യം പ്രചരിപ്പിക്കുക. മറ്റുള്ളവരുടെ തിന്മകൾ നമ്മളെന്തിനാണ് എടുത്ത് പറയുന്നത്? കുളം തോണ്ടാൻ പോകുന്നവർ പണ്ട് ഒരു സ്ഥലത്തിൽ ഒരു വലിയ കുളം ഉണ്ടാക്കണം, വലിയൊരു കുളം ഒരു ഗ്രാമത്തിലുണ്ടാക്കണം. പക്ഷെ ഭയങ്കര പടുവൃക്ഷങ്ങൾ നിൽക്കുക, കുറ്റികൾ. അപ്പോൾ ഇവർ കോൺട്രാക്റ്റ് കൊടുത്ത് ഈ കുറ്റി പറിച്ചെങ്കിലല്ലേ കുളം തോണ്ടാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറ്റി പറിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു. പക്ഷേ ഈ കുറ്റി അന്ന് JCB ഒന്നും ഇല്ലല്ലോ, മനുഷ്യൻ മെനക്കെട്ടാലും ഒരു കുറ്റിയൊക്കെ പറിക്കാൻ സാധിക്കത്തേ ഉള്ളൂ. അവസാനം എടുത്തവരെല്ലാം ഇട്ടിട്ട് പോയി. അപ്പോൾ ബുദ്ധിമാനായ ഒരു കോൺട്രാക്ടർ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്ത് നടത്താം എന്ന് പറഞ്ഞ് താൻ ആ വർക്കെടുത്തു. തൻ്റെ ജോലിക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുറ്റിയൊന്നും പറിക്കാൻ പോകണ്ട, കുളം തോണ്ടിയാൽ മതി. ആ ഏരിയയിലെ കുളത്തിൻ്റെ ഭാഗത്ത് മണ്ണെല്ലാം തോണ്ടി വരുമ്പോൾ ഈ കുറ്റി തന്നെ വിഴുതു പോകും എന്ന് പറഞ്ഞ പോലെ, നിങ്ങളുടെ കയ്യിലൊരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം പ്രചരിപ്പിക്കുക. ആ സത്യം പ്രചരിപ്പിക്കുമ്പോൾ എല്ലാ അസത്യങ്ങളും മാറിപ്പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ സത്യത്തെ വിട്ടിട്ട് അസത്യത്തിൻ്റെയും മതത്തിൻ്റെയും മറ്റു ദുരാചാരങ്ങളുടെ പിന്നാലെ പോകാൻ പോയാൽ അവസാനം നിങ്ങളും കുഴയും, നിങ്ങളുടെ പ്രസ്ഥാനവും കുഴയും. വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുട്ട് തന്നെ പൊക്കോളും. അതുകൊണ്ടാണ് യേശു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. നമ്മുടെ ബഹുമാനപ്പെട്ട സതീശൻ്റെ ഒരു പ്രസംഗമാണ്, ബൈബിളിൽ തനിക്ക് ഏറ്റവും ആകർഷമായ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ കിട്ടിയതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ചങ്ങനാശ്ശേരിയിൽ
തറയിൽ ബിഷപ്പിൻ്റെ ഇതിലും ആർച്ച് ബിഷപ്പിൻ്റെ നിയമനത്തിൽ പുള്ളി പ്രസംഗിച്ചതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. അപ്പോൾ നോക്കണം, വചനം രാഷ്ട്രീയ നേതാക്കന്മാരിൽ എങ്ങനെ പരിവർത്തനം നടത്തുന്നു. പക്ഷേ അത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ അവിടെ ഇരുന്നവർക്ക് മനസ്സിലായി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വചനം, സത്യം, ഇത് മാത്രമായിരിക്കും നമ്മളായത്. അത് മതത്തിൽ കൂടിയല്ല. പെന്തിക്കോസുകാരും മതം ആവശ്യമില്ല. നിങ്ങൾ ഏത് പേരും പറഞ്ഞുകൊണ്ട് ആ പേര് മതമാക്കി മാറ്റരുത്. TPM, IPC, ചർച്ച് ഓഫ് ഗോഡോ. അവിടെ യേശുക്രിസ്തു എന്ന കോൺസെപ്റ്റിന് ആർക്കും എതിരില്ല. അതുകൊണ്ടാണല്ലോ ശശികല ടീച്ചർ പോലും കർത്താവേ ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനിടയായത്. ആ കർത്താവ് കാര്യങ്ങൾ നടത്തിക്കോളും. നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. വെറുതെ മതവൈരാഗം ഉണ്ടാക്കരുത്. വോട്ടിന് വേണ്ടി നേതാക്കന്മാരിറങ്ങി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ രാജ്യത്തെ അസ്വസ്ഥമാക്കും. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയെ കരുതിക്കൊള്ളുക. നിങ്ങളുടെ പാർട്ടിയിലെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. മറ്റൊരുത്തിനെ ഇല്ലാതാക്കി താറടിച്ച് നിങ്ങളുടെ ഒരു പാർട്ടിയെ വളർത്താൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഒരു ഗവൺമെൻറ് ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളാണ് ലോകത്തിൽ വന്ന ബാബിലോൺ സാമ്രാജ്യം, നെബൂഖദ്നേസർ അവിടെ പോയി. മേദ്യ പെർഷ്യൻ സാമ്രാജ്യം, അലക്സാണ്ടർ ഗ്രേറ്റ് ദി കിങ് 33 വയസ്സിൽ അസ്തമിച്ചു പോയി, പനി പിടിച്ച് ചത്തുപോയി. അപ്പോൾ അങ്ങനെയൊന്നും ഈ ലോകത്തെ സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഒരു സാമ്രാജ്യം വരും. അതാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ വായിച്ച്, ഭൂമി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണമാകുമ്പോൾ ജനമെല്ലാം നന്നായിരിക്കും. വായിച്ച വാക്യം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ, ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യും. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ BJP ശക്തിപ്പെട്ടാലും ശരി, കോൺഗ്രസ് ശക്തിപ്പെട്ടാലും ശരി, കമ്മ്യൂണിസ്റ്റ് ശക്തിപ്പെട്ടാലും, കത്തോലിക്കൽ ശക്തിപ്പെട്ടാലും, പെന്തിക്കോസുകാർ ശക്തിപ്പെട്ടാലും ഇതൊന്നുമല്ല ഇതിൻ്റെ മാനദണ്ഡം. ജനങ്ങൾക്ക് അറിവുണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. എന്ത് ജ്ഞാനം? സത്യദൈവത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് വരുന്നോ അപ്പോഴാണ് മനുഷ്യൻ ബോധവാന്മാരാകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അതിന് ഇന്ത്യൻ ഭരണഘടനയുടെ 19-ൻ്റെയോ 25-ൻ്റെയോ വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും ആർക്കും എതിർക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആക്ട് പ്രകാരം ആർട്ടിക്കിൾ 25 and 19 ആർക്കും അവരുടെ സത്യങ്ങൾ പ്രചരിപ്പിക്കാം. പക്ഷേ അടിച്ചേൽപ്പിക്കരുത്. നീ പെന്തിക്കോസ് ആകണം, വെള്ളത്തിൽ മുങ്ങിപ്പോകണമെന്നൊന്നും ആരും പറയുക. ഇന്ന് എത്രയോ പേര് വെള്ളത്തിൽ മുങ്ങി കാശ് വാങ്ങിക്കാൻ, സായിപ്പിൻ്റെ കാശ് വാങ്ങിക്കാൻ വേണ്ടി തലയെണ്ണ മുക്കുന്നുണ്ട്. മനസ്സിലാവുന്നു? അങ്ങനെയുള്ള നാശം ഉണ്ടാക്കുന്ന പാസ്റ്റർമാരും സുവിശേഷകരുമാണ് ഈ മാർഗത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. യവന്മാർ സുവിശേഷമല്ല പ്രചരിപ്പിക്കുന്നത്, സായിപ്പിൻ്റെ കാശ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന ആൾക്കാരെ വെള്ളത്തിൽ മുക്കി തങ്ങളുടെ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നാശം. എന്നാൽ യഥാർത്ഥ സത്യസുവിശേഷത്തെ ആർക്കും എതിർക്കാൻ ഒക്കത്തില്ല. എതിർത്താലൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയ പെന്തിക്കോസുകാരെ, നിങ്ങളിൽ ചിലർ കവല പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. ഭാരതത്തിനെതിരായിട്ടും RSSനെതിരായിട്ടും അല്ലെങ്കിൽ ബജറംഗിനെതിരായിട്ടും ദുർഗാദേവി ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെളിച്ചം പ്രകാശിക്കേ, അത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആവേശം കൊള്ളിക്കാൻ പോകരുത്. മനുഷ്യൻ്റെ വികാരങ്ങൾ ഇളക്കിയിട്ട് നിങ്ങൾ ആളാകാൻ നോക്കരുത്. യൂട്യൂബിൽ നിങ്ങൾക്ക് റേറ്റ്സ് കൂട്ടാൻ നോക്കരുത്. യൂട്യൂബിൽ നിങ്ങൾ ആൾ കൂട്ടാൻ നോക്കരുത്. അതിൽ നിന്ന് കിട്ടുന്ന ആ സബ്സ്ക്രിപ്ഷന് കിട്ടുന്ന പണം, അതല്ല നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആവേശവും വികാരമല്ല നമുക്ക് ആവശ്യം, വിചാരമാണ്. നോട്ട് ഇമോഷൻ ബട്ട് തോട്ട്സ്. അപ്പോൾ ആ പരിജ്ഞാനമാണ് ലോകത്തിലേക്ക് വരേണ്ടത്. അതെങ്ങനെ വരും നമുക്കറിയാമല്ലോ. നമ്മൾ ആദ്യം അന്തം വായിച്ച് മനസ്സിലാക്കി വരികയാണ്. ഇനി ഒരു ലോക നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോയി. ഇപ്പോൾ മോദി കൂടെ പറഞ്ഞിരിക്കുന്നു, ആഗോള അടിസ്ഥാനത്തിൽ മാറ്റം വരാൻ പോകുന്നു. ട്രംപ് ഇപ്പോൾ തുള്ളിച്ചാടി നടക്കുകയല്ലേ. ഇതിൻ്റെ എല്ലാം അവസാനത്തിൽ അവർ 2023 പറഞ്ഞു, 24 പറഞ്ഞു, 25 പറഞ്ഞു, ഇപ്പോൾ 27 ആക്കി. 27 ഞങ്ങൾ ആ ഏകലോക രാജ്യം സ്ഥാപിക്കും. അങ്ങനെ ഒരുത്തിനെ ദൈവം അനുവദിച്ചിരിക്കുകയല്ലേ. ഇവരൊക്കെ ജനിക്കുന്നത്, ഈ മോദിജിയും ട്രംപും ഈ പറഞ്ഞ പാർട്ടികളെല്ലാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ദാനിയേൽ പ്രവചന പ്രവാദി പുസ്തകത്തിൽ അങ്ങനെ ഒരു നേതാവ്, അവൻ്റെ പേര് ആൻറ്റി ക്രൈസ്റ്റ് വരുമെന്നും അവൻ ഈ മതങ്ങളെ ഡിമോളിഷ് ചെയ്യും. അതിന് RSSകാരുടെയോ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെയോ കാസായുടെയോ ആവശ്യമില്ല. അവൻ ചെയ്തോളും. അന്ന് ജീവിക്കണമെങ്കിൽ നമ്പർ വേണം, ഡിജിറ്റൽ. ഇപ്പം തന്നെ കണ്ടില്ലേ, ATM എല്ലാം പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ തന്നെ കുമ്പളിൽ തന്നെ 2-3 ATM മാറ്റിക്കളഞ്ഞു. കാരണം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വരികയാണ്. അവസാനം പൈസയ്ക്ക് വിലയില്ല, സ്വർണത്തിന് വിലയില്ല. സ്വർണ്ണമൊക്കെ പൂത്തി വെച്ചൊരു
ദേഷ്യം കൊണ്ട് വീതിയിൽ എറിഞ്ഞു കളയും, കാരണം വിലയില്ല. അപ്പോൾ ആ ഡിജിറ്റൽ സംവിധാനത്തിലുള്ള ഏകലോക ഗവൺമെൻറ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അത് അവർ പരിശ്രമിച്ചിട്ടാകത്തില്ല, കാരണം സഭ പൂർണ്ണപ്പെടണ്ടേ. അപ്പോൾ നമ്മളിലേക്ക് തിരിയുക. പെന്തിക്കോസ്തുകാരോട് ഞാൻ പറയുകയാണ്, നമ്മളിലേക്ക് തിരിയുക. ഭാരതത്തെ നിങ്ങൾ നന്നാക്കാൻ പോകണ്ട, മോദിയെ നന്നാക്കാൻ പോകണ്ട, ബജറംഗിനെ നന്നാക്കാൻ പോകണ്ട, RSS നന്നാക്കാൻ പോകണ്ട, ദുർഗാദേവി ഗ്രൂപ്പിനെ നന്നാക്കാൻ പോകണ്ട. ദുർഗാദേവിയുടെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, നമ്മുടെ പേര് പറ, ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞല്ലോ, ജ്യോതി ശർമ്മ. അവർ ചെയ്യട്ടെ, അവരവരുടെ പ്രവൃത്തി ചെയ്യട്ടെ, നിങ്ങളുടെ പ്രവൃത്തി ചെയ്യട്ടെ. പക്ഷേ വെളിപ്പെടുന്നത് എങ്ങനെ? ഇപ്പം മോശ, അങ്ങനെ ഒരു നേതാവില്ലല്ലോ. മറ്റൊന്ന് ഫറവോനും മോശയും തമ്മിൽ ഗെയിം ആരംഭിച്ചില്ലേ? ഫറവോനും മോശയും തമ്മിൽ ഗെയിം ആരംഭിച്ചു. എങ്ങനെ ആരംഭിച്ച്? മോശ ഒരു അത്ഭുതം ചെയ്തു, പെട്ടെന്ന് ഫറവോൻ്റെ ഹൃദയത്തിൽ വീണ്ടും അവിടെ പറഞ്ഞ ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയെന്ന്. ശ്രദ്ധിച്ചോണം പാസ്റ്റർമാരെ, ശ്രദ്ധിച്ചോണം. മോശയുടെ ഹൃദയത്തിൽ എനിക്ക് കൺഫ്യൂഷനുള്ളൊരു വാക്യം വരുന്നത്, ഇതെന്ത് പണിയാണ് കർത്താവ് കാണിക്കുന്നത്? ഫറവോൻ വിട്ടയക്കാൻ ശ്രമിച്ചപ്പോഴും, കേട്ടോ, ഫറവോൻ വിട്ടയക്കാൻ ശ്രമിച്ചപ്പോഴും എന്ത് ചെയ്തു? ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുക. അപ്പോൾ കുറ്റവാളി ആരാ? ദൈവം തന്നെയല്ലേ എന്ന് തോന്നാം. ഞാനങ്ങനെ ചിന്തിച്ച സമയമുണ്ട്. അങ്ങനെ 9 പ്രാവശ്യവും ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടാണ് അവൻ വിടാഞ്ഞത്. പിന്നീടാണ് പരിശുദ്ധാത്മാവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 9 അത്ഭുതങ്ങൾ നടന്നപ്പോഴും അതിൻ്റെ പിന്നിൽ വ്യാജ ദൈവങ്ങളാണ്, സാത്താന്യ വേർഷിപ്പ് ആ രാജ്യം നടക്കുകയാണ്. നൈൽ നദിയല്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമല്ല സൂര്യൻ, ചന്ദ്രൻ, നദികളൊക്കെ. ഈ അജ്ഞരായ മനുഷ്യർ രാവിലെ സൂര്യൻ ഉദിച്ചിങ്ങനെ വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് സൂര്യനെ ആരാധിക്കും. അങ്ങനെയാണ് സൂര്യ നമസ്കാരം. രാത്രി ചന്ദ്രൻ്റെ വലിയ വെളിച്ചം കണ്ടപ്പോൾ ഇത് ദൈവമാണെന്ന് അവർ വിചാരിച്ചു. അന്നത്തെ അറിവ് എത്രയല്ലേ ഉള്ളൂ. ഇന്നല്ലേ ചന്ദ്രനിൽ പോയത്. ഇത് ചന്ദ്രനിൽ പോയി കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് പോലും ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ട്. ലാ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്. ലാ എന്നുള്ള അറബിയുടെ ഭാഗത്തിലെ ചന്ദ്രൻ എന്നുള്ളതാണ് എൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ലാലി എന്ന് ഞാൻ പറഞ്ഞു, ലാലി ചന്ദ്രമുഖി അങ്ങനെയുള്ള പേരൊക്കെ എന്ന് വന്നതാണ്. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ, ഇതെല്ലാം ഓരോ ദൈവങ്ങളുടെ പേരാ. സൺ, മൂൺ ചന്ദ്രദേവൻ, വൂഡൻ, ഫ്രൈഗ, ട്യുസ്ക, സാറ്റേൺ, ഇതെല്ലാം അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് തോന്നിയ പോലെ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. മരത്തിൻ്റെ പുറത്തൊരു ചുമല ഉണ്ടാക്കി ചന്ദനം വരച്ച് മരത്തെ ആരാധിക്കുക. കാരണം മരം പ്രതിഫലം തരുന്നു. അപ്പം നന്മ ചെയ്യുന്നതിനെല്ലാം മനുഷ്യനെ ആരാധിക്കുന്ന ഒരു ടെൻഡൻസി, ആ ടെൻഡൻസിയെ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം അവർക്ക് നന്മ ചെയ്യുന്നവരെ. ഇതുപോലെ മിസ്രൈം ദേശത്തിൽ അവർ നോക്കിയപ്പോൾ നൈൽ നദിയാണ് ആ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഫലപുഷ്ടി. ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദി പേർഷ്യൻ കടൽ വരെ അല്ലെങ്കിൽ വന്ന് അവസാനിക്കുന്നു. ഈ മഹാനദി 6000-ലധികം മൈൽ ദൂരമുള്ളതായി ഈ നദി പോകുന്നിടത്തൊക്കെയും ഫലപുഷ്ടിയുണ്ട്. അത് പറ്റാത്തൊരു നദി നൈൽ നദിയാണ്. അപ്പോൾ ഈ നദി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവതയാണെന്ന് പറഞ്ഞ് നൈൽ നദിയെ അവർ ദേവതയായിട്ട് ആരാധിക്കുന്നു. അതുകൊണ്ടാണ് അത് ദേവതയല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവിടെ മോശയെ കൊണ്ട് വെള്ളം രക്തമാക്കിയത്. അപ്പോൾ അവരുടെ സംശയം തന്നെയല്ല. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ മിസ്രൈമിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഈ 400 വർഷമായിട്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ ഇങ്ങനെ കിടന്ന് ഈ അന്യദൈവ സംസ്കാരങ്ങളെല്ലാം ഇവരുടെ തലയ്ക്കകത്ത് കയറി. അവരതിനെയൊക്കെ ഭാഗ്യമായിട്ട് ആരാധിക്കുക. അവരറിയത്തില്ലല്ലോ, സുവിശേഷമില്ലല്ലോ. അങ്ങനെ മിസ്രൈമിലെ മാത്രമല്ല, ഇസ്രായേലിൻ്റെ മനസ്സിൽ നിന്ന് ഈ അല്ലാത്ത ദൈവങ്ങളെല്ലാം ഇറക്കിവിടുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിലൊന്നാണ് നൈൽ നദി. തവളയുടെ ശല്യം കൂടിയപ്പോൾ ഇത് ദേവന്മാരാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ, ദേവന്മാരാണല്ലോ അന്ന് അവതരിച്ച് സംഹരിക്കുന്നത് എന്നാണ് അവരുടെ കോൺസെപ്റ്റ്. അങ്ങനെ തവളയെ അവർ ആരാധിക്കാൻ തുടങ്ങി. തവളയുടെ പേരിൽ ബിംബം ഉണ്ടാക്കാൻ തുടങ്ങി, അവിടെ ക്ഷേത്രം ഉണ്ടാക്കാൻ തുടങ്ങി. വെട്ടുകിളി, അവിടെ കൃഷിയെല്ലാം നശിച്ചപ്പോൾ നശിപ്പിക്കാൻ ശക്തിയുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാരം ഇല്ലയോ? അങ്ങനെയല്ലയോ? ഇവിടെയുള്ളതായ ആ തിരുനെറ്റി തുറന്നു കഴിഞ്ഞാൽ ദൈവത്തിന് സംഹരിക്കാൻ കഴിയും. ഇതാണ് അവരുടെ പഠിപ്പ്. അപ്പോൾ അതുകൊണ്ട് സംഹരിക്കുന്നതും ദൈവം, നിലനിർത്തുന്നതും ദൈവം, സൃഷ്ടിക്കുന്നതും ദൈവം. ഇതാണ് മനുഷ്യൻ്റെ വ്യാഖ്യാനം. അതൊരു പരിധിവരെ സത്യമാണ്. അപ്പോൾ സംഹരിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് മിസ്രൈമ്യർ വെട്ടുകിളി, തവള, പിന്നെ ഈച്ച, കൂരിരുട്ട്, ഇങ്ങനെ ഓരോന്നിനെ ആരാധിക്കാൻ തുടങ്ങി.
കൂരിട്ടപ്പോഴുണ്ടായത് സൂര്യഗ്രഹണം. അതിപ്പോഴല്ലേ ശാസ്ത്രം കണ്ടുപിടിച്ചേ. സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂരിരുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവികമാണെന്ന് കരുതി ഇതിനെല്ലാം ദൈവങ്ങളായിട്ട് അറിവില്ലാത്ത മനുഷ്യർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ആരാധിച്ചു. പൗലോസ് പറഞ്ഞു, നാമും മുൻപേ ജാതികളായിരുന്നു, ഇതിനെല്ലാം പിന്നാലെ ആരാധിച്ചവരായിരുന്നു. പക്ഷേ ഇപ്പോൾ സുവിശേഷം കണ്ടെത്തും. അതുകൊണ്ട് ഈ മനുഷ്യരെയോ സംഘടനയോ പ്രസ്ഥാനത്തെ നിങ്ങൾ കുറ്റം പറയാൻ പോകരുത്. അവരുടെ കണ്ണ് തെളിയാൻ ഈശ്വരനോട് പ്രാർത്ഥിയില്ലേ, ദൈവത്തോട് പ്രാർത്ഥിയില്ലേ, ശൗലിൻ്റെ കണ്ണുകൾ തെളിയിച്ച പോലെ. അല്ലാതെ നിങ്ങളിത് വീണ്ടും സ്പർദ്ധ ഉണ്ടാക്കരുത്. പെന്തിക്കോസ് പാസ്റ്റർമാരും ക്രിസ്തീയ പുരോഹിതന്മാരും ഒരു കാര്യം ഓർത്തോളം, നിങ്ങളുടെ പ്രഭാഷണത്തിൽ നിങ്ങളുടെ മതത്തെ നിലനിർത്താൻ, നിങ്ങളുടെ പ്രസ്ഥാനത്തെ മാർക്കറ്റ് കൂടാൻ വേണ്ടി നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെ ന്യായവിധിയായി വരും. അത് നാളെ യേശുക്രിസ്തുവിന് സംബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പരിജ്ഞാനത്തിലേക്ക് മനുഷ്യർ എത്തുമ്പോൾ ഇത് മാറും. ആ പരിജ്ഞാനത്തിലെത്താൻ പ്രയാസമാണ്. കാരണം ഇപ്പോൾ ഈ സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന വിദ്യാസമ്പന്നരായ മനുഷ്യർ പോലും ഈ ജാതിക്കും മതത്തിനും വേണ്ടി അടിയുണ്ടാക്കുക. അപ്പോൾ പിന്നെ എന്ത് നന്നാകാനാണ്? അതുകൊണ്ടാണ് ദൈവം അശൂരിൻ്റെ കയ്യിൽ വടി കൊടുക്കും. അശൂർ ഞാൻ വീണ്ടും നഷ്ടപ്പെട്ട ഒരു സാമ്രാജ്യം പൊക്കിയെടുത്ത് അവനെ കൊണ്ട് ലോകത്തെ മര്യാദ പഠിപ്പിക്കും. അന്ന് ഈ മനുഷ്യനെ തമ്മിൽ തല്ലി യുദ്ധം ചെയ്ത് പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണല്ലോ യെശയ്യാ പറയുന്നത്, 7 സ്ത്രീകൾ ഒരു പുരുഷനോട് പറഞ്ഞ് ഈ പേരിന് മാത്രം ഞങ്ങളുടെ ഭർത്താവായിട്ടിരുന്നാൽ മതി. എന്നുള്ള പുരുഷന്മാർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. കാരണം ജോലി ചെയ്യണ്ട, ഇവർ ചിലവിനൊന്നോളും. പക്ഷെ അവിടെ വരെ എത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് പുരുഷന്മാരെ കണ്ടുപിടിക്കാൻ ദുർലഭം. കാരണം ഇതെല്ലാം പോയി ഹർമോദോൺ യുദ്ധത്തോട് നശിക്കും. അപ്പോൾ ഈ പറഞ്ഞ 7 വർഷത്തിൽ ഈ ഉണ്ടാകുന്ന വലിയ യുദ്ധം, ഇതല്ല ഇസ്ലാം പറയുന്നത് ദജ്ജാൽ. ഈ ദജ്ജാലിൻ്റെ കാലത്തിൽ ദജ്ജാലിൻ്റെ വകവരുത്തൻ ഈസാ നബി വരുമെന്നും ഇമാം മഹദി രക്ഷകനായിട്ട്, ഇമാം മഹദി ഈസാ നബിയൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ യേശുക്രിസ്തു. ഇസ്ലാം വിശ്വസിക്കുന്ന ഇമാം മഹദിയും യേശുക്രിസ്തു വരുന്ന 1000 വർഷ ഭരണത്തിനുമുള്ള യുദ്ധവും യഹൂദൻ പ്രതീക്ഷിക്കുന്നതായ മശിയായും ഇതെല്ലാം ഒറ്റയാളാണ്. ഒരു ദൈവമല്ലേ ഉള്ളൂ. പേര് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ മാറ്റി പറയുന്നെങ്കിലും ദൈവം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ രക്ഷകനായിട്ട് വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ തുറന്ന് പറയുന്നവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവരെ എതിർത്തോട്ടെ. അതാണ് രക്ഷകനായി വന്ന യേശു ക്രിസ്തുവിനെ വീണ്ടും യഹൂദന്മാർ ഏറ്റുകൊള്ളുന്നവരുടെ പുസ്തകം തന്നെ ഉണ്ടല്ലോ. ഇമാം മഹദി അവർ തന്നെയാണ്. ഇമാം മഹദി കുതിരപ്പുറത്ത് വരുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും കാണുന്ന എന്നവർ വ്യാഖ്യാനിക്കുന്നത് രണ്ടാണ്. 6-ാം അധ്യായത്തിൽ വരുന്നത് എതിർ ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവിൻ്റെ വേഷത്തിൽ വരുന്നത്. 19-ാം അധ്യായത്തിൽ വരുന്നത് ഇമാം മഹദി എന്ന് പറയുന്നത് വെള്ള കുതിരപ്പുറത്ത് വന്ന് യേശു ക്രിസ്തു രക്ഷകനാണ്. ഇതെല്ലാം കലങ്ങി തിരിഞ്ഞ് വരും. അവസാനം ഫൈനൽ വരുമ്പോൾ എല്ലാം ഔട്ടാകത്തില്ല. ഔട്ടായി അവസാനം 2 വ്യക്തി വരും, ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ആവേശം പറഞ്ഞുള്ള പ്രസംഗമൊന്നും വേണ്ട കേട്ടോ. പ്രതികൂല ഭാഷമാർ ഇപ്പോൾ സമയം കിട്ടി ചോട്ടാ പ്രാസംഗികന്മാർ എഴുന്നേറ്റം കൊണ്ട് വലിയ മതവൈരാഗ്യം പറയുകയാണ്. ക്രിസ്തു മതം അച്ഛന്മാർക്ക് കന്യാസികൾക്ക്. ഈ അച്ഛന്മാർ കന്യാസിലും ക്രിസ്ത്യാനികൾ നല്ല ശതമാനവും പെന്തിക്കോസുകാരും എതിർ ക്രിസ്തുവിനോടൊക്കെ പോകും. പിന്നെ മണ്ടത്തിലൊന്നും വിളിച്ച് പറയരുത് കേട്ടോ. ഈ മതമൊന്നും നിൽക്കത്തില്ല. ഇത് കാണുന്ന കാത്തലിക്സ് ഉൾപ്പെടെയുള്ളതായ അനേക ക്രിസ്ത്യ മതങ്ങളും പെന്തിക്കോസിലൊരു ഭാഗവും TPM കുറേ പേരും അവൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോയി പ്രസംഗിക്കണോ? വെറുതെ അബദ്ധം കാണിക്കരുത്. നമുക്ക് കറക്റ്റായ രീതി കൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം സത്യത്തിന് സാക്ഷികളായി നിൽക്കുക, ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ദൈവം നടത്തിക്കോളും. ശൗലിനെ മാനസാന്തരപ്പെടുത്തിയ പോലെ ഇവരൊന്നും സന്ദർശിച്ചാൽ പോരെ, ഈ പ്രമുഖ നേതാക്കന്മാരും സന്ദർശിച്ചാൽ പോരെ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ സ്വർഗത്തിലൊരു ദർശനം കണ്ടാണ്, സ്വർഗത്തിൽ കണ്ടു ഒരു കുരിശുരൂപം. പുള്ളിക്കാരന് തോന്നി തൻ്റെ ആയുധങ്ങളെല്ലാം കുരിശ് വരച്ച് വെച്ചു. തലേക്കാൾ ഉപരി തൻ്റെ അമ്മ വിശ്വാസി ആയതുകൊണ്ട് താൻ പ്രഖ്യാപിച്ചു, ഞാൻ യുദ്ധം ജയിച്ചാൽ, യേശുവിൻ്റെ യുദ്ധം ജയിച്ചാൽ ഞാൻ രാജാവ് ക്രിസ്ത്യാനി ആയിക്കോളും. പക്ഷേ അത് അബദ്ധമായി പോയി. അത് മതമായി മാറി പിന്നീട്. കാരണം അനുഭവമില്ല. ഇസ്മായിൽ ഇസാഖാക്കി വെള്ളത്തിൽ മുക്കി മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ അതിൻ്റെ വിഷയം. അങ്ങനെയല്ല ഈ മാർഗം. അതുകൊണ്ട് പെന്തിക്കോസിൽ പാസ്റ്റർമാർ സൂക്ഷിച്ചോളും. വിശ്വാസികളായി നിങ്ങളും വേണ്ടാത്ത ഡയലോഗ് പറയാൻ പോരുത്. കാരണം ഇത് ദൈവം ചെയ്തോളും. ദൈവമാണ് ഈ പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ദൈവം ചെയ്തോളും. നിങ്ങൾ ഒന്നുകിൽ മൗനമായിരുന്നാൽ മതി. ആവശ്യമില്ലാത്ത വികാരങ്ങൾ ഇളക്കി മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കാൻ ആരും പോരുത്. ചിലർക്ക് വീട് കിട്ടിയ സുവർണാവസരം പോലെയാണ് എല്ലാ ക്രിസ്ത്യാനികളും ഒന്നാക്കി ഞങ്ങൾ കത്തോലിക്കരെ മുതൽ ഇങ്ങോട്ട് TPMകാരെ പോലും ഒന്നാക്കി. നിങ്ങളെ കൊണ്ട് നടക്കത്തില്ല. അത് സംഭവിക്കാനും പോകുന്നില്ല. ആ കാര്യം ഓർത്തോണം. പിന്നെ ഇതിനെല്ലാം ഉപദ്രവത്തിൽ കൂടെ ഒതുക്കാമെന്ന് വിചാരിച്ചാൽ അതും അബദ്ധമാണ്. ഒരു വാക്യം ഒന്ന് വായിച്ച് പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവരെ പീഡിപ്പിക്കുന്നവർ പെരുകുന്നൊരു ജാതിയായി. അതായിട്ട് രസം കേട്ടോ. ഇതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ അവർ കുറേ നശിച്ചോളൂ. അല്ലാതെ ഇതിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഇതങ്ങ് പെരുകും. അമ്മയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. വായിച്ച് എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. നോക്കണം, ഇസ്രായേൽ ജനങ്ങളിലെ
മിസ്രൈമിൽ വെച്ച് അല്ലെങ്കിൽ ഈജിപ്തിൽ വെച്ച് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി, ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ പീഡിപ്പിക്കും തോറും അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. പീഡിപ്പിക്കും തോറും എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. ജനം പെരുകി വർദ്ധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതന്നെയല്ലേ പുതിയ നിയമത്തിൽ നടന്നേ. വായിച്ച് അപ്പോസ്തലർ പ്രവൃത്തി 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ശൗല് ദിവസം തോറും ഇതിനെ ഒതുക്കാൻ പോയി, പക്ഷേ ജനങ്ങളെ ചതറിക്കാൻ സാധിച്ചു. വായിച്ചേ 9-ന്റെ സ്റ്റോർട്ട് മുതൽ വരെ 1-ാമത്. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരും നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തേതരായ മനുഷ്യരായിരുന്നാലും ശരി, ദൈവമില്ലാത്തവരും, ഇതിനെ നിങ്ങൾ പീഡിപ്പിച്ചൊതുക്കാൻ നിങ്ങളെ കൊണ്ടൊക്കത്തില്ല. അത് വെറുതെ ഇറക്കരുത്. പീഡിപ്പിച്ചൊതുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. പീഡിപ്പിച്ചൊതുക്കാൻ ഒരു പാർട്ടിക്ക് ഇത് എത്രയോ കാലങ്ങളായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. ഒന്നാമത് ആര് പീഡിപ്പിക്കാൻ തുടങ്ങി? നീറോ ചക്രവർത്തി. നീറോ ചക്രവർത്തി പീഡിപ്പിക്കാൻ തുടങ്ങിയ കാലത്തിൽ നീറോ ചക്രവർത്തിയുടെ ഭാര്യ വിശ്വാസി ആഗ്നി രാജ്ഞി എന്ന് പറയുന്ന 2 ഭാര്യമാരിൽ ഒരുത്തി വിശ്വാസിയായി. അവളെ ആരാ വിശ്വാസി കൊണ്ടുവന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, രാജ്യ അരമനയെ പോലും പ്രവേശിക്കാൻ പ്രാപ്തനായിരുന്നു പൗലോസ്. താൻ പോയി അവിടെ പോയി സുവിശേഷം അറിയിച്ച് ഈ ചക്രവർത്തിയുടെ പ്രധാന സൈന്യാധിപനായ മാർക്കസ് വിശ്വാസിയായി. മാർക്കസിനെ കൊല്ലുകയായി കേട്ടോ. മാർക്കസിനെ രക്തസാക്ഷിയായി കൊന്നു. മാർക്കസും പൗലോസും കൂടെ രഹസ്യമായി സുവിശേഷം അറിയിച്ച് നീറോ ചക്രവർത്തിയുടെ ഭാര്യ ആഗ്നി രാജ്ഞി പോലും വിശ്വാസിയായി. ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം നീറോയ്ക്ക് മനസ്സിലായി ആഗ്നി രാജ്ഞി വിശ്വാസിയായത് മനസ്സിലായപ്പോൾ പരസ്യമായി അവളെ തൻ്റെ കടാരി എടുത്ത് കുത്തിക്കൊന്നു. പക്ഷെ അവസാനം റോമിന് തീ കൊളുത്തിയപ്പോൾ നീറോ ചക്രവർത്തി തീ കൊളുത്തിയ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു. അതിനവർ പറഞ്ഞിരുന്ന കാര്യം, ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു പാട്ട് പാടില്ലേ, തീ കത്തിക്കുക തീ കത്തിക്കുക, ഫയർ കം ഡൗൺ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ശക്തിയായി പറയുന്നത് കേട്ടോ. അവർ അങ്ങനെ തീ ഇറക്കിയതിനെ കത്തിച്ചത് പറഞ്ഞു. പക്ഷേ സെനറ്റ്, അന്ന് റോമിൻ്റെ സെനറ്റ് സത്യവും നീതിയുള്ളതാണ്. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ നീറോയാണ് ഇതിൻ്റെ കാരണം. അങ്ങനെ നീറോയെ വിസ്തരിക്കുന്ന സമയത്ത് തനിക്ക് ഭയം കൂടിയിട്ട് തൻ്റെ അതേ കത്തിയെടുത്ത് താൻ കുത്തി കൊല്ലുകയായിരുന്നു, താൻ തന്നെ ചാകുകയായിരുന്നു. അങ്ങനെ നീറോയുടെ കാലം മുതൽ ഈ ക്രിസ്ത്യാനിത്വത്തെ, യേശു ക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തെ, ക്രിസ്തുമതമല്ല കേട്ടോ, യേശു ക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പലരും ഇതിനകത്ത് വന്നതല്ലാതെ ഇതിനെ തൊടുവാൻ ഒരുത്തിനും സമ്മതിക്കില്ല, സാധിക്കത്തുമില്ല. അതിന് ഇനി ഭാരതത്തിലെ ഗവൺമെൻറ് അല്ല, മുഴുവൻ ലോകത്തിലെ ഗവൺമെൻറ് വന്നാലും ശരി, ഇത് ക്രിസ്തുവിൽ ആരംഭിച്ച് തൻ്റെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്തുണ്ടാക്കിയൊരു മാർഗ്ഗമാണ്, സർവശക്തൻ്റെ മാർഗ്ഗമാണ്. അതിനെ ഒതുക്കാൻ ആർക്കും സാധിക്കും. ക്രിസ്തു മതത്തെ ഒതുക്കാം, ക്രിസ്തു മതത്തെ ഞങ്ങൾക്ക് ഒതുക്കാം. അത് ഒതുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ വ്യാജങ്ങളെല്ലാം ഇല്ലാതായെങ്കിലേ സത്യം കുറിച്ച് വെളിപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു മതത്തെ ഒതുക്കിയോട് ഇത് തന്നെ ഇഷ്ടം. നിങ്ങളതിൻ്റെ പുറകെ പോരുത്. ക്രിസ്തു മാർഗത്തെ നിങ്ങൾക്കാർക്കും തൊടാൻ സാധിക്കും. തൊടാം, അവരെ കൊല്ലാം. പക്ഷേ ഒന്നിൽ നിന്ന് 100 എഴുന്നേറ്റ് വരുന്നൊരു മാർഗമാണിത്. അതുകൊണ്ടാണ് 1947-8 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാർലമെൻറ്റിൽ ഒരു തീവ്ര ഹിന്ദു ആയിരുന്ന ഒരു MP ഒരു ബില്ല് കൊണ്ടുവന്നു. പിന്നീട് OP ത്യാഗി വന്നു, ഒറിസായിലും കണ്ടല്ലേ, ബില്ല് കൊണ്ടുവന്നു. എന്താ, ഈ ക്രിസ്തു മാർഗ്ഗക്കാരെ ഇവരെ ഒതുക്കിക്കളയണം, ഇവരെ ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ നെഹ്റു പറഞ്ഞെന്നറിയാമോ, മിണ്ടരുത്, അവരെ തൊടാതിരിക്കാമെങ്കിൽ ഇങ്ങനെയൊക്കെ പൊക്കോളും, ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഇത് പെരുകുന്ന മാർഗ്ഗമാണ്. അപ്പം നെഹ്റുവിന് വെളിപ്പാടുണ്ടായി, ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്ലാൻ മാർഗ്ഗമാണ്, അകത്ത് തീയാണ്, ഇവർ വേറെ ലെവലാണ്, അതുകൊണ്ട് അവരെ തൊട്ട് കഴിഞ്ഞാൽ അവർ പെരുകും. ഇത് നെഹ്റു പറഞ്ഞ് ആ ബില്ലങ്ങനെ ക്യാൻസലാക്കി. പിന്നെ OP ത്യാഗി ബില്ല് കൊണ്ടുവരാൻ തുടങ്ങി, ജയലളിത കൊണ്ടുവന്നു. ഇതേ അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുമതക്കാരെ ഒതുക്കിക്കൂ, ക്രിസ്തുമാർഗ്ഗക്കാരെ കൊന്നോ, ഒരു കുഴപ്പമില്ല, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. പക്ഷേ ഇത് കളി വേറെ കളിയായത്, അത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഇനി ഇത് മറ്റൊരു ഗുണമുണ്ട്. അതെന്താ, ഈ റുമേനിയയിൽ റിച്ചാർഡ് ഉബ്രാൻ എന്ന് പറഞ്ഞൊരു വലിയ അപ്പോസ്തലൻ കേട്ടിട്ടുണ്ടല്ലോ. 6 അടി പൊക്കമുണ്ട്, 7 അടി പൊക്കമുണ്ട്, നല്ല ഒരു ശക്തനായൊരു മനുഷ്യനാണ്. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഇത് ബ്രിട്ടാസും എല്ലാം അങ്ങനെ ചാടുന്നില്ലേ, ഇല്ലയോ? ഇതൊക്കെ ആത്മാർത്ഥയോടാണോ ബ്രിട്ടാസേ എന്നൊന്ന് പരിശോധിച്ചാൽ കൊള്ളാം. ബ്രിട്ടാസ് ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്.
പക്ഷേ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥത എന്താണെന്ന് അല്പസമയത്തിനുള്ളിൽ വെളിപ്പെടും. ഈ ചാട്ടക്കാരും ചത്തുകടി പോയി ഈ കസരത്തെ കാണിച്ചവരുടെ അടുത്ത പരീക്ഷ വരുമ്പോൾ ഇവരെയൊന്നും കാണത്തില്ല. അതാ രസം. നിങ്ങൾ എഴുതി വെച്ചു. അവിടെ ക്രിസ്തുമാർഗക്കാരന് രാഷ്ട്രീയക്കാരല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, ബിഷപ്പന്മാരല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് സപ്പോർട്ട് കിട്ടേണ്ടത് കിട്ടിക്കോളും. നിങ്ങളാരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സഹായം എവിടുന്നാ? ആകാശത്തിന് മീതെ യഹോവയിൽ നിന്ന് വരുന്നു, പർവ്വതങ്ങൾക്ക് മേലാകെ. നോക്കണം. എനക്കൊത്താശை വരും പർവ്വത മേലായൻ കൺകളെ ഏറെടുപ്പേ. എനക്കൊത്താശை വരും പർവ്വത മേലായൻ കൺകളെ ഏറെടുപ്പേ. അപ്പോൾ ഈ റുമേനിയ ജയിലിൽ 7 അടി പൊക്കമുള്ളതായി റിച്ചാർഡ് ഉംബ്രാൻഡിനെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഈ കമ്മ്യൂണിസ്റ്റുകാർ വലിയ സാഹിത്യമൊന്നും പറയാൻ പോകണ്ട. കേരളത്തിൽ പിന്നെ കമ്മ്യൂണിസം ഇല്ലല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസമൊക്കെ എന്നേ പറന്നുപോയി. ഇതിപ്പോൾ കമ്മ്യൂണിസം ഒന്നുമല്ല, പിണറായിയുടെ ഗവൺമെൻറ് കമ്മ്യൂണിസം ഒന്നുമല്ല. അത് കുറേ കൂടെ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയിൽ വികസന പദ്ധതിയിലേക്കാണ് അവർ വരുന്നത്. മോദിജി അത് തന്നെയാണ്. മോദിജിയുടെ BJPയുടെ അജണ്ടയൊക്കെ എന്തേ പോയി? വികസനം. അതല്ലേ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അത് കൊള്ളാം, നമുക്കതിനോട് യോജിക്കാം. ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ദൈവമില്ല. അവർ ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് യൂറോപ്പിലും റഷ്യയിലും. അങ്ങനെ രക്തസാക്ഷിത്വം ഭരിച്ച ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിത്വം പറ്റി പുസ്തകമുണ്ട്, റിച്ചാർഡ് ഉംബ്രാൻഡ്. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇവിടെ ജയിലിലടച്ചു. 5 അടി പൊക്കമുള്ളതായ ജയിലിലാണ് 7 അടി പൊക്കമുള്ള മനുഷ്യർ. എന്ത് കുരുജിക്കണം. അന്നത്തെ ഗവൺമെൻറ് അവരെ അടിച്ച് പുറമെല്ലാം പൊളിച്ച് നാശമാക്കി കളഞ്ഞു. താനൊരു ഉണർവ് വീട്ടിയല്ല, ഒരു യോഗത്തിന് പരസ്യമായിട്ട് താൻ അവിടുന്ന് ജയിലിൽ നിന്ന് വിമുക്തരായി ഒരു പരസ്യമായിട്ടൊരു യോഗത്തിന് വരുമ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. താൻ പറഞ്ഞു, പ്രിയരെ, പ്രസംഗമല്ല, എൻ്റെ അനുഭവം ഞാൻ പറയാം എന്ന് പറഞ്ഞ് തൻ്റെ ഷർട്ട് ഊരി പുറവശം കാണിച്ചു. വലിയ മനുഷ്യരല്ലേ, നല്ല നീളവും. ആ പുറം മുഴുവൻ യേശുവിൻ്റെ ഉഴവുചാൽ പോലെ ഉഴുത പോലെ റിച്ചാർഡ് ഉംബ്രാൻഡിൻ്റെ ആ ചുമന്ന ശരീരത്തിൽ ഈ കറുത്ത പാടുകളെല്ലാം കണ്ട് കൂടി വന്ന ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി. അവർ താഴെ കസേരയെ താന്നിരുന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ച് സുവിശേഷം പ്രസംഗിക്കാതെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കൃപയാൽ, ഭാഗ്യവശാൽ 1979 അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ഒരു യോഗത്തിന് വന്നു. ഇന്ത്യ എവരിയം ക്രൂസുകാരുടെ കെയർ ഓഫിൽ. അന്ന് ഇന്ത്യ എവരിയം ക്രൂസുകാരുടെ ഡയറക്ടറായിരുന്ന ജോർജ് സാറ്, അത് ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് വർക്ക് ചെയ്ത മാമൂടുകാരൻ ജോസഫ് സഹോദരൻ, ഞങ്ങളന്ന് വിശ്വാസം വന്ന സമയത്ത് ഈ ജോസഫ് ബ്രദറിനോട് ചേർന്ന് ഡയറക്ടറെ കണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളും കൂടെ സേവനം ചെയ്യാം, ശമ്പളമൊന്നും വേണ്ട, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങളിടയ്ക്ക് വന്ന് ഇന്ത്യ ഒരു ക്രൂസിൽ പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിച്ച സമയത്ത് ഞങ്ങളെല്ലാം കൂടി ആലപ്പുഴയിൽ ഒരു യോഗം വെച്ചു. അന്ന് റിച്ചാർഡ് ഉംബ്രാൻഡാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാനതവിടെ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തെ ഈ റിച്ചാർഡ് ഉംബ്രാൻഡിൻ്റെ കൂടെ നിൽക്കണം, അദ്ദേഹത്തിൻ്റെ ചെറിയ ശുശ്രൂഷയ്ക്കും അല്ലെങ്കിൽ തനിക്കുള്ള ആവശ്യങ്ങളൊക്കെ പറയുമല്ലോ, കാപ്പി ചായക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയും. അപ്പം ബ്രദർ വേണം ഒരു ദിവസം തന്നെ. എനിക്ക് വലിയ സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നോക്കണം. ഈ റിച്ചാർഡ് ഉംബ്രാൻഡ് ഒരു ദിവസം ഞാൻ എൻ്റെ ഡ്യൂട്ടിയായിരുന്നു. ദൈവ സാന്നിധ്യം മുറിക്കാതെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, ഇത് മറക്കാനൊക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു മാർഗമാണിത്. അപ്പം മറ്റൊരു സമയം റുമേനിയയിലാണെന്ന് തോന്നുന്നു, ഏതൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഞാൻ രാജ്യം ഓർക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അതേ രാജ്യത്തിൽ അതേ സ്ഥലത്ത് നടന്നൊരു സംഭവമാണെന്ന് തോന്നുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോഴും ഈ ശക്തമായ പ്രതിഷേധം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഭാഷ പറഞ്ഞില്ലേ, ഒരു 100-200 പേര് വിശ്വാസികളാണെന്ന് പറഞ്ഞെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്, തുള്ളുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരു 5-6 തോക്കുധാരികളായ പോലീസുകാർ കൊണ്ട് വന്നു. ഹോളിലേക്ക് വന്നിട്ട് തോക്കിയുണ്ട്, എല്ലാത്തിനും ചുട്ടുകഴിയാൻ പോവാണ്, ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അത് നിങ്ങൾ ഓടുമ്പോൾ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് അതേ ചവിട്ടി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. ഇതെല്ലാം കണ്ടപ്പോൾ കുറേ പേര് പേടിച്ചൊക്കെ പോയി. ഇതാ കുറേ പേര് പേടിച്ചോടിപ്പോയി. പിന്നെ കുറേ പേര് അവശേഷിച്ചു. 10-60 പേര് നിൽക്കുക. അവരെ എഴുന്നേപ്പിച്ച് ചേർത്ത് ഭിത്തിയോട് ചേർത്തിട്ട് ഇത് ചെയ്തു, മുകളിലോട്ട് തകര ഷീറ്റിൽ പൊട്ടിപ്പോത്തോടും വെടിവെച്ചു. ഇനി അടുത്ത വെടി നിങ്ങൾ നെഞ്ചത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തി
പിന്നെ 10 രൂപ പോയി. അവസാനം 10-25 പേര് അവശേഷിച്ചു. ഇവരോരോന്നിൻ്റെ നെഞ്ചത്തോട് തോക്ക് വെച്ചു. ഇപ്പം നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, യേശുവിനെ തള്ളിപ്പറയാം, ഉപേക്ഷിക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ പരമഭാഗ്യം യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മരിച്ച് സ്വർഗത്തിൽ പോകുന്ന ഞങ്ങളുടെ ലക്ഷ്യം. ഉടനെ എന്ത് ചെയ്തു? അവർ തോക്ക് താഴെ ഇട്ടു. ഈ വിശ്വാസികൾക്ക് സല്യൂട്ട് ചെയ്തു. നിങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇവിടെയുള്ള കപടഭക്തിക്കാരും കാര്യസാധ്യത വന്നവരെല്ലാം പിരിഞ്ഞു പോയി. ഇനി നിങ്ങൾ സ്വതന്ത്രമായിട്ട് ആരാധിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളെല്ലാം പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഉപദ്രവം വരാൻ പോകുന്നത്. കർവാപ്പസി എനിക്ക് വലിയ ഇഷ്ടമാണ്. തിരിച്ചു പോട്ടെ. അകത്ത് യേശു ക്രിസ്തു ഇല്ലാത്തവരും യഥാർത്ഥ സത്യമില്ലാത്തവരും പെന്തിക്കോസിന് വേഷം ധരിച്ചു നടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പരീക്ഷ വരും. നാളെ തോക്കുമായിട്ട് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ നിലവരം അറിയാം. എത്ര എണ്ണമുണ്ട് വിശ്വാസി എന്നുള്ളത്, എത്ര വേലക്കാരുണ്ടെന്ന് നിലവരം അറിയാം. വേലക്കാർ പിന്നെ എല്ലാം ഉപേക്ഷിച്ച് വന്നുകൊണ്ട് ചിലപ്പോൾ അവർ കുറേ പേര് ഉള്ളിൽ കാണും. വിശ്വാസികൾ പലതും ഓടും കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ പ്രസ്ഥാനത്തിനൊന്നും ആരും കൂറ് കാണിക്കാൻ പോകണ്ട. അവനവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുക. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. അപ്പം അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരീക്ഷ 2 വിധത്തിൽ വരും. യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? അവരെ ശോധിച്ച് പൊന്നുപോലെ വെളിയിൽ കൊണ്ടുവരേണ്ട സമയം. അവിടെ ഈ കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് തീവ്രമായ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. RSSകാരെ ബജറംഗളെയോ ദുർഗാദേവി ഗ്രൂപ്പിനെ നിങ്ങൾ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ ആവശ്യമാണ്. യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ വേലക്കാർ. ഇത് യുമ്മാ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുക. ഏതാ ഒരു മാറ്റം വലിച്ചു കേട്ട് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പുസ്തകം എടുത്തുകൊണ്ട് കള്ളപ്രവാദിന്മാർ കുറേ പെന്തിക്കോസ് നടക്കുന്നുണ്ട് മനുഷ്യരെ ചതിക്കാൻ. ഇവരെല്ലാം ഇവരൊതുക്കിക്കോളും, നിങ്ങളാരും പേടിക്കണ്ട. അങ്ങനെ കള്ള പാസ്റ്റർമാരും കള്ള പുരോഹിതന്മാരും ഇവരെല്ലാം ഒതുക്കേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസി തെളിഞ്ഞു വരും. അവൻ തീക്കാത്തിട്ടാൽ പൊന്നുപോലെ മാറ്റി വർദ്ധിച്ചു വരും. നിങ്ങൾ ഏത് വിശ്വാസിയാണെന്ന് ഓർത്തോണം. കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇനി അതിൻ്റെ അവസാനത്തിലാണ് എതിർ ക്രിസ്തു എന്ന അടുത്ത അവസാനത്തെ പരിശോധന. അതുകൊണ്ട് കഴിയുമ്പോൾ ജനം ശുദ്ധീകരിക്കും, ലോകം ശുദ്ധീകരിക്കും. പിന്നീടാണ് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു രക്തസാക്ഷി അവസാനിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതും സുവിശേഷം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ നേരിട്ട് മരിക്കാൻ ഞാനിപ്പോഴും തയ്യാറാണ്. കാരണം എനിക്ക് മരണമില്ലല്ലോ. ഞാൻ മരിച്ചാലും സ്വർഗത്തിൽ പോകും. അല്ല, എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാമത് ഞാനൊരു തീരുമാനം പറഞ്ഞതാണ്, ഈ രാജ്യത്ത് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ജ്യോതി ശർമ്മയെ പോലെ ഒരാൾ മുന്നോട്ട് വന്നാൽ, ഞാൻ മരിക്കേണ്ടടുത്ത് മറ്റൊരാൾ എഴുന്നേൽക്കാമെങ്കിൽ ഇന്ന് ഞാൻ മരിക്കാൻ തയ്യാറാണ് രക്തസാക്ഷിയായിട്ട്. വേറെ എനിക്ക് ഇതൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്ത്, ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമയത്തിൽ ഒരു സുവിശേഷകൻ, അതിനകത്ത് 2 സംഭവങ്ങൾ വളരെ ഹൃദ്യമാണെന്നാണ് പറയുന്നത്. ഒന്ന്, ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് എവിടെയോ അമേരിക്കയിൽ സുവിശേഷത്തിന് പാട്ട് പാടാൻ പോയ കൊയർ ടീം ഉണ്ടായിരുന്നു, വിശ്വാസികൾ. അവർ ഗിറ്റാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇതാ പാട്ട്, ഹാവ് ദ യോർ വേ എന്നുള്ള മനോഹരമായ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടെ. കാരണം അവർ നിങ്ങളുടെ പാട്ട് പാടും, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഇതാ യേശു ഞങ്ങളെ സ്വീകരിക്കാൻ. അങ്ങനെ അവർ മരിച്ചു. ഒരു സുവിശേഷകന് ജാക്കറ്റ് കിട്ടി, വാട്ടർ ജാക്കറ്റ് കിട്ടി. അതാരിങ്ങനെ അപ്പോൾ വള്ളം വന്ന് രക്ഷിക്കാൻ വരുമല്ലോ. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൈയിട്ടടിക്കുക വെള്ളത്തിനകത്ത്. കാരണം തണുപ്പല്ലേ, കൊടിയ തണുപ്പ്. ഏപ്രിൽ മാസത്തിലെ 14-ാം തീയതി ആ സമയത്തുള്ള തണുപ്പല്ലേ. ഈ തണുപ്പിൽ വിറച്ചാകുമെന്നറിയാം. സുവിശേഷൻ ഉടനെ ചോദിച്ചിട്ടുണ്ടെന്നറിയാം, ആർ യു ബോൺ അഗെയിൻ? ആർ യു ജീസസ് ക്രൈസ്റ്റ്? നോ, ഇല്ല. അപ്പോൾ നീ മരിച്ചുപോയ നരകത്തിൽ പോകുമല്ലോ. അയ്യോ, അതും എനിക്ക് പേടിയായി തുടങ്ങുന്നു. ശരി, വേണ്ട, നീ ഇപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, എന്നിട്ട് ജീവിക്കാൻ തീരുമാനിക്കാൻ പറഞ്ഞു. അതങ്ങനെ എൻ്റെ ജാക്കറ്റ് ഞാൻ നിനക്ക് തരാം. അപ്പോൾ അവിടുന്നോ ഞാൻ മരിച്ചാലും സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, യേശുവിനെ സ്വീകരിച്ചവനാണ്, യേശുവിനോട് ജീവിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ മരിച്ചാലും സ്വർഗത്തിൽ പോകും. പക്ഷേ നീ മരിച്ചാൽ നരകത്തിൽ പോകും. അതുകൊണ്ട് എൻ്റെ ജാക്കറ്റ് തന്നതിനെ ഞാൻ രക്ഷിച്ചോളാം, നീ യേശുവിനെ സ്വീകരിക്കും. അവർ സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യണം. സുവിശേഷകനായിട്ട് സംബന്ധിച്ചു, ജാക്കറ്റ് ഊരിക്കൊടുത്തു. മറ്റേ മനുഷ്യൻ അറ്റ്ലാന്റിക്കിൻ്റെ വിരുമാറിൽ കടലിൻ്റെ അടിത്തട്ടിൽ മുങ്ങിപ്പോയപ്പോൾ തൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ഈ കാലത്തിലല്ല, സംഘടന ഉണ്ടാക്കുകയല്ല, നമ്മൾ പ്രസ്ഥാനത്തിന് പോവുകയല്ല.
ഞാൻ പറഞ്ഞു, ഈ പഞ്ചായത്തുകാരോട് പറഞ്ഞു ഇതെല്ലാം പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞു. ഏതാ ഈ കെട്ടിടപ്പണി? ഞാൻ പഞ്ചായത്ത് തീർന്നോളും, ഇത് അവസാനം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടുന്ന് പറന്നു പോകും, താമസിക്കാതെ ഞങ്ങൾ പറന്നു പോകുമ്പോൾ ഈ ബിൽഡിങ്ങും ഈ സ്ഥലമെല്ലാം പഞ്ചായത്തുകാർക്കാണ് ഇപ്പോഴേ സമ്മതിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് തോന്നും പിന്നെ ഇത് പണിയുന്നൊരു ദൈവഹിതം. ഇത് മീറ്റിംഗ് എടുത്താൽ നോക്കുന്നെങ്കിൽ സമയമുണ്ടെങ്കിൽ നാളെ പഞ്ചായത്തുകാരെടുത്ത് ഉപയോഗിച്ചോണം, വേറെ ആർക്കും അതിന് അവകാശമില്ല. നിങ്ങളാരും ഒന്നും ഇവിടെ കാണത്തില്ലല്ലോ. ഇനി കണ്ടാൽ അന്തിക്രിസ്തു കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ എല്ലാവരും ഒന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുക. ആമേൻ. ഉയരത്തിലെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ വിട്ടുപോകാതെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ദൈവശക്തിയാൽ അന്ധകാര ശക്തികളെ ജയിക്കാൻ കഴിയും. അതെ, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചുകൊള്ളുക. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. ആമേൻ. ഹല്ലേലൂയ. അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ ബലപ്പെടുക, ആത്മാവിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ലോകത്തിന്റെ എല്ലാ അന്ധകാരവും, ലോകത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ള ലോകത്തിന്റെ എല്ലാ അന്ധകാരം, ലോകത്തിന്റെ എല്ലാ അന്ധകാരം എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. ലോകത്തിന്റെ എല്ലാ അന്ധകാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus the great God. Hallelujah. Amen. Praise you, praise you, praise you. Hallelujah. Dhimabara sabchira bara bara kathira bara bamchira. Hallelujah. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ
യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. 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 എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തില് ഭത്സിക്കുന്നു, ഭത്സിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ആദിപിതാക്കന്മാർ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച പോലെ ഈ രാവിലെ സമയം കർത്താവേ നിന്നെ സത്യത്തിലും ആത്മാവിലും